ഓരോ ദിവസവും നിറയ്ക്കുന്നല്ലോ. ക്രിസ്തു യേശുവിൽ ജയാളികളായി ദൈവം നമ്മളെ നടത്തും. എന്തൊക്കെ വലിയ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയാലും ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം, യേശു ക്രിസ്തു ജീവിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ നശിക്കത്തില്ല, തകർന്നു പോകത്തില്ല. കർത്താവിനാൽ സാക്ഷിയായി തീരുക തന്നെ ചെയ്യും. നമുക്കൊരുമിച്ച് ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്, ദീർഘായുസ്സുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ സമൃദ്ധിയെ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും എനിക്ക് ഒരിക്കലും ഒരു ദോഷവും വരുത്തത്തില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു യേശുവിൽ എനിക്ക് പൂർണ്ണ ജയമാണ്. ഭൂലോകത്തിനറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും എന്നെ സഹായിക്കുന്നല്ലോ. വലിയ പ്രവൃത്തികളാൽ ദൈവം നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ വൻ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണുന്നവരോട് ഞാൻ പറയുന്നു, ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ലിങ്കുണ്ട്, നിങ്ങൾക്ക് അതിൽ പ്രവേശിക്കുന്നതാണ്. ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് സൂമിലേക്ക് വരാൻ പറ്റുന്നതാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ പ്രവൃത്തികൾ ദൈവം നമ്മുടെ നടുവിൽ ഇന്ന് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. ഓരോ ദിവസവും തിരുകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ ശക്തീകരിക്കുന്നു. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. ഇന്നലെ കേട്ട വചനചിന്ത, വചനമല്ല എന്ത് ചിന്തയാണ് നമ്മൾ കേട്ടതെന്നുള്ളത് ഓർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ശിശുക്കളെ പോലെ നിഷ്കളങ്കരായി ജീവിക്കാം സാധ്യം. ആമേ. നമ്മൾ ഇന്നലെ കേട്ടു, ശിശുക്കളെ പോലെ വേണം നമ്മൾ കർത്താവിൻ്റെ, അത് യേശു ക്രിസ്തു തന്നെ പറഞ്ഞാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ വചനത്തിലൂടെ അത് പറയുവാൻ കാരണമെന്ന് നിങ്ങൾ ഇന്നലെ ഞാൻ മനസ്സിലാക്കി തന്നു. ഞാൻ മനസ്സിലാക്കിയതല്ല, നമുക്ക് ദൈവകൃപയാൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വ്യാഖ്യാനത്തിലൂടെ നമുക്കത് അറിയുവാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നാം നിൽക്കുന്ന സമയത്ത് നമ്മുടെ പല പ്രശ്നങ്ങളും വലുതല്ല. നാം ദൈവവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തുമ്പം ആ വിഷയങ്ങളൊക്കെയും ഒരു കുഞ്ഞിനെ പോലെ എല്ലാം കഴിയുന്ന ഒരു പിതാവിൻ്റെ കുഞ്ഞായിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാകുന്ന ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ലഭിച്ചൊരു ഭാഗ്യമാണ് നാം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുന്നതോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഏത് വിഷയത്തിലൂടെ കടന്നു പോയാലും നിങ്ങൾ അത്ഭുത സാക്ഷ്യമായിട്ട് മാറും. ഇന്ന് ഏതെങ്കിലുമൊക്കെ ഒരു പ്രശ്നത്തിലോ പ്രതിസന്ധിയിലോ ഒക്കെയാണ് നിങ്ങൾ എന്നോട് ഈ വചനം കേൾക്കുന്നതെങ്കിൽ നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, ദൈവം നിങ്ങളെ കൈവിടത്തില്ല, കർത്താവ് നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. എല്ലാ വഴിയിലും നിങ്ങളെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. നമുക്ക് ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് മറ്റൊരു വാക്യം വായിക്കാം. തുറമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. എല്ലാ ദിവസവും നിങ്ങൾ വചനം ഏറ്റു പറയുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണ്ട് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നതാണ്, നിങ്ങളത് ചെയ്യുന്നുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ എടുത്ത് ഞാൻ ചോദിക്കാത്തത്. എല്ലാ ദിവസവും നിങ്ങൾ വചനം പറയണം. എല്ലാ ദിവസവും വചനം പറയുന്നതിൻ്റെ കാരണം ആ വചനം പറഞ്ഞ് വചനത്തിലുള്ളൊരു അന്തരീക്ഷം നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് നിർമ്മിക്കപ്പെടണം. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ ബൈബിൾ ഇരുന്നുകൊണ്ട് നമുക്ക് ആത്മീയ അന്തരീക്ഷം ഉണ്ടാകത്തില്ല. ബൈബിളിലെ വചനങ്ങൾക്കാൾ നമ്മുടെ വീടിനെ പണിതെടുക്കണം നമ്മൾ. ആമേൻ. ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് തന്നെ പോകാം. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് മർക്കോസ് ലീഹായുടെ സുവിശേഷമാണ് നമ്മൾ തുടർമാനമായിട്ട് കേട്ടുവരുന്നത്. അതിനായിട്ടൊരു വാക്യം ഇന്ന് നമുക്കെടുക്കാം. മർക്കോസ് ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 33-ഉം 34-ഉം വാക്യങ്ങളാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്ന ദൈവമാണല്ലോ. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും തകർന്നു പോകത്തില്ല. മർക്കോസ് 10-33-34 വാക്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് നേരിട്ട്, നമുക്കറിയാം കർത്താവ് ഭൂമിയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ കർത്താവ് ചില വാമൊഴികൾ പറയുന്നുണ്ട്, വചനങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട എല്ലാ വചനങ്ങളും പ്രധാനപ്പെട്ടതെങ്കിലും ചില കാര്യങ്ങൾ നമ്മളുമായിട്ട് വളരെ വളരെ ബന്ധമുള്ള വാക്യങ്ങളുണ്ട്. അതിലൊന്ന് രണ്ട് വാക്യങ്ങളാണ്. 33-ാം വാക്യത്തിൽ പറയുന്നു,
യേശുക്രിസ്തു പറയുകയാണ്, ഇതാ യെരുശലേമിലേക്ക് പോകുന്നു, അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടും. കർത്താവ് ദൈവം അവനെ മരണത്തിൽ നിന്നും വിധിച്ച് അവൻ അവരെ മരണത്തിൽ നിന്നും വിധിച്ച് ജാതികൾക്ക് ഏൽപ്പിക്കും. അവർ അവരെ യേശുവിനെ പരിഹസിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നിങ്ങനെ തനിക്ക് സംഭവിക്കുവാനിരിക്കുന്നത് പറഞ്ഞു തുടങ്ങി. അപ്പോൾ കർത്താവ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തു യേശുവിലുള്ള ജീവിതമാണ്. മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തു യേശുവിലുള്ള ജീവിതം. പലപ്പോഴും നമ്മൾ കർത്താവിനെ അറിയുന്നത്, നമ്മൾ കേട്ട് വന്നേക്കുന്നത്, പലപ്പോഴും നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സുവിശേഷം കേട്ട് ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് സുവിശേഷം കേട്ട് വന്നവരായിരിക്കും. നമ്മൾ പലപ്പോഴും കേട്ട് പഴകിയിരിക്കുന്നത് കർത്താവിനെ അറിഞ്ഞു, സാധാരണ ജീവിതം നയിക്കുന്നു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ചിലർ ക്രിസ്ത്യാനിത്വത്തെ ഒരു മതമായിട്ട് കാണുന്നു. എന്നാൽ ക്രിസ്ത്യാനിത്വം ഒരു മതമല്ല. ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിലുള്ള ജീവിതമാണ്. ആ ജീവിതം എന്നുള്ളത് ജയത്തിൻ്റെ ജീവിതമാണ്, സന്തോഷത്തിൻ്റെ ജീവിതമാണ്, സമാധാനത്തിൻ്റെ ജീവിതമാണ്. ഞാൻ പലപ്പോഴും ബൈബിളിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൽ പല വിഷയത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ചിലർക്ക് സാമ്പത്തിക വിഷയമായിരിക്കും, ചിലർക്ക് രോഗമായിരിക്കും, ചിലർക്ക് കുടുംബ വിഷയമായിരിക്കും, ചിലർക്ക് തലമുറയെ പറ്റിയുള്ള വിഷയമായിരിക്കും, ചിലപ്പം ഭവനത്തെ പറ്റിയുള്ള ആകുലതയായിരിക്കും, അല്ലെങ്കിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒക്കെ പല വേദനയിലൂടെ കടന്നു പോകുന്നവർ നമ്മളൊക്കെ, അല്ലേ? നമ്മൾ പല വേദനയിലൂടെ കടന്നു പോകുന്ന ഓരോ സന്ദർഭത്തിലും നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ് ഈ കാലഘട്ടത്തിൽ. നമുക്കറിയാം പല സ്റ്റാറ്റസുകൾ, ഞാൻ പല സ്റ്റാറ്റസുകളും കാണാറുണ്ട്, ചില റീൽസുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. മറ്റൊന്നുമല്ല, ഈ ആളുകൾ BGM ഒക്കെ വെച്ചിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതുണ്ട്, അല്ലാതെ നമ്മളെ എൻകറേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വചനം പറഞ്ഞ് നമ്മളെ ബലപ്പെടുത്തുന്ന ആൾക്കാരുമുണ്ട്. എന്നാൽ അതേ വചനങ്ങൾ പറഞ്ഞ്, ഞാൻ പലപ്പോഴും പറഞ്ഞു, നിങ്ങൾ വചനം കേൾക്കുന്ന സമയത്ത്, നമ്മളൊരു സ്റ്റാറ്റസ് കേൾക്കുകയോ മറ്റെന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് വചനത്തിൻ്റെ അകത്തൊരിക്കലും വചനം നിങ്ങളെ കോംപ്രമൈസ് ചെയ്യുവാൻ പഠിപ്പിക്കത്തില്ല. നിങ്ങളിപ്പോൾ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആ അവസ്ഥ നമുക്ക് നല്ലതാണെന്നും ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ദൈവത്തിൻ്റെ ഒരു പ്ലാനാണെന്നുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ചില സ്റ്റാറ്റസുകളുണ്ട്. ഞാൻ സ്റ്റാറ്റസ് ഉദ്ദേശിച്ച് നമ്മൾ പലപ്പോഴും അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, അല്ലേ? എന്നാൽ നിങ്ങൾ ചിന്തിച്ചോണം, ബൈബിൾ ഒരിക്കലും ഒരു വ്യക്തിയെയും കോംപ്രമൈസ് ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല, അതിനെ ജയിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഈ വചനവുമായിട്ട് എന്താണ് ഇതിനൊക്കെ ബന്ധമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ ശ്രദ്ധിച്ചു നോക്കിയാൽ, കർത്താവ് ഭൂമിയിലിരിക്കുന്ന കാലഘട്ടത്തിൽ തൻ്റെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ക്രിസ്തു പറയുകയാണ്. യെരുശലേമിലേക്ക് പോകുന്ന വഴിക്ക് മനുഷ്യപുത്രൻ, അതായത് ക്രിസ്തുവിനെ പറ്റി ക്രിസ്തു തന്നെ പറയുകയാണ്, മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടും. കർത്താവ് അവരവനെ മരണത്തിന് വിധിച്ചു, ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അവരവനെ പരിഹസിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നിങ്ങനെ തനിക്ക് സംഭവിക്കാനിരിക്കുന്നത് കർത്താവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ശിഷ്യന്മാർ കേൾക്കുന്നുണ്ട്, കർത്താവ് തന്നെ പറയണം, മറ്റാരും പ്രസംഗിക്കുകയല്ല, ക്രിസ്തു തന്നെ പറയുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, അവർ പരിഹസിക്കുന്നു, തുപ്പുന്നു, തല്ലുകയും കൊല്ലുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങളത് ഓർത്തോണം. പണ്ടെനിക്കറിയാവുന്ന ഒരു സഹോദരി യേശുവിലേക്ക് വന്ന സമയത്ത് ആ സഹോദരി വർക്ക് ചെയ്യുന്നൊരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഇങ്ങനെ ചോദിക്കാൻ ഇടയായി തീർന്നു, നിന്റെ കർത്താവിന് സ്വന്തമായിട്ട് ക്രൂശിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാത്ത കർത്താവ് നിന്നെ എങ്ങനെ രക്ഷിക്കുമെന്നൊരു ചോദ്യം ആ മനുഷ്യൻ ചോദിച്ചു. അപ്പോൾ നിങ്ങളൊക്കെ പലപ്പോഴും ഒക്കെ ഈ ഒരു ചോദ്യം ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലേ? കർത്താവിന് സ്വന്തമായിട്ട് ആ ക്രൂശിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാത്ത കർത്താവിന് നിങ്ങളെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും? ബൈബിൾ അറിയാത്തവരല്ല, നിങ്ങൾക്ക് ബൈബിൾ വായിച്ച് പ്രസംഗമെല്ലാം വചനമെല്ലാം ധ്യാനങ്ങളെല്ലാം വചനധ്യാനങ്ങളെല്ലാം കേട്ടതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായത് എന്താണെന്നുള്ളത്. എന്നാൽ ഇനി പുതുതായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനമൊക്കെ വായിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ക്രിസ്തു ഇതിലൂടെ കടന്നുപോയി, എന്തുകൊണ്ട് ക്രൂശിൽ കിടക്കുന്ന കർത്താവിന് രക്ഷിക്കുവാൻ പിതാവായ ദൈവം തയ്യാറായില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് യേശുവിന് സ്വയമായി രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല? അവിടെയാണ് നാം വചനം വായിക്കണമെന്ന് പറയുന്നത്. നിങ്ങളോട് ഞാൻ പറഞ്ഞു, ദൈവവചനവുമായിട്ട് നമുക്ക് ഭയങ്കര ബന്ധമുണ്ട്, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ബന്ധമുണ്ട്. അതായത് ഇഴകിച്ചേരുന്ന ഒരു ബന്ധമാണ് ബൈബിളുമായിട്ട് നമുക്കുള്ളത്. ഇന്നത്തെ നിങ്ങളുടെ ഈ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കർത്താവ് ക്രൂശിൽ വരുത്തി. കർത്താവ് ക്രൂശിൽ എന്തുകൊണ്ടാണ് ആ 3 ആണിമേൽ തറയ്ക്കപ്പെട്ടപ്പോൾ കർത്താവിന്, ഞാൻ ചോദിച്ചോട്ടെ, മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന് നിമിഷ നേരങ്ങൾ കൊണ്ട് മതി ആണീപ്പഴുതിൽ നിന്നും രക്ഷപ്പെടാൻ.
തമ്പുരാൻ ഒരൊറ്റ അത്ഭുതം, ഒന്ന് കണ്ണടച്ച് മിന്നുന്ന ടൈം മതി കർത്താവിനെ നേരെ താഴേക്ക് വന്ന് ആ മുറിവുകളൊക്കെ മായ്ച്ച് അവിടെ നല്ല ടിപ്പ് ടോപ്പായിട്ട് നിൽക്കാൻ, വളരെ നന്നായിട്ട് നിൽക്കാൻ. പക്ഷെ എന്തുകൊണ്ട് കർത്താവ് ചെയ്തില്ല? അതുകൊണ്ടാണ് നാം ബൈബിൾ വായിക്കേണ്ടത്. മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശമ്പളമായ മരണം, ബൈബിൾ അങ്ങനെ തന്നെ പറയുന്നത്, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അപ്പോൾ പാപം ചെയ്യുന്ന ഒരു വ്യക്തി മരണപ്പെടണമെന്നുള്ളത് ബൈബിളിൻ്റെ നിയമമാണ്. അല്ലെങ്കിൽ പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. പക്ഷേ ഇങ്ങനെ മരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് എനിക്ക് ഒരിക്കലും നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. നമ്മളെല്ലാവരും നരകത്തിൽ പോകും. മനുഷ്യർക്കൊരിക്കലും ദൈവം പറഞ്ഞ ഡിമാൻഡ് അനുസരിച്ച് ഈ നിത്യമരണത്തിൽ നിന്നും നിത്യനരകത്തിൽ നിന്നും സ്വന്തമായി രക്ഷപ്പെടാൻ കഴിയത്തില്ല. എത്ര ശ്രമിച്ചാലും കഴിയത്തില്ല. ദൈവത്തിന് മനസ്സിലായി ഇനി ഒരാൾക്കേ കഴിയത്തുള്ളൂ. ഒരു ശരീരം, അതായത് മനുഷ്യൻ്റെ ഒരു ശരീരം, ദൈവത്തെ രൂപത്തിൽ ഇറങ്ങി വന്നാൽ ഒരിക്കലും ദൈവത്തിന് മരണമില്ല. ദൈവം നിത്യനായ ദൈവമാണ്. ബൈബിൾ തന്നെ പറയും ദൈവം നിത്യപിതാവാണ്. ദൈവത്തിന് മരിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഒരു ശരീരം, മനുഷ്യ ശരീരത്തിന് മാത്രമേ മരിക്കാൻ കഴിയത്തുള്ളൂ. അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയുണ്ടോ? ദൈവം എങ്ങനെ മരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്, ഫിലിപ്പിയ ലേഖനത്തിൽ ദൈവത്തോടുള്ള സമത്വം മുറുക്കെ പിടിച്ചുകൊണ്ടെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സദൃശ്യത്തിലായി. എൻ്റെ അർത്ഥം മനുഷ്യ രൂപത്തിൽ യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സാക്ഷാൽ ദൈവം മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി. എന്തിനാ മനുഷ്യൻ്റെ ശരീരത്തിൽ വന്നതിൻ്റെ കാരണം, മനുഷ്യൻ്റെ ശരീരത്തിനേ മരിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു പാപത്തിൻ്റെ ശമ്പളമായ മരണം ദൈവത്തിന് മരിക്കാൻ പറ്റത്തില്ല. ഒരു മരണം നടന്നില്ലെങ്കിൽ പാപമോചനം നടക്കത്തില്ല. നിങ്ങൾ ഈ പഴയ നിയമമൊക്കെ വായിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. അവർ പഴയ നിയമത്തിൽ ആടുകളെ യാഗമർപ്പിക്കുന്ന നമുക്ക് പലയിടങ്ങളിലും കാണാൻ പറ്റും. അതൊരു സിമ്പലും. അതുകൊണ്ടാണ് യേശുവിനെ പലപ്പോഴും ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നൊക്കെ ബൈബിളിൽ കാണിക്കാൻ കാരണം. പഴയ നിയമത്തിലൂടെ നിഴലായിട്ട് ഒരു ആടിനെ കാണിക്കുന്നു. അപ്പം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അപ്പം നമ്മളുമായിട്ട് എന്തായി ബന്ധം? ശ്രദ്ധിച്ചോണം. ഇവിടെ ബൈബിൾ പറയുകയാണ്, കർത്താവ് അവർ യേശുവിനെ പരിഹസിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞിട്ട്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, പലപ്പോഴും നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്, വീണ്ടും വീണ്ടും നാം ഓർമ്മപ്പെടുത്തുവാണ്, എന്തിനാണ് കർത്താവ് ഇതെല്ലാം സഹിക്കുന്നത്? ആർക്കെങ്കിലും ഉത്തരം അറിയോ? ഒറ്റ വാക്കി പറഞ്ഞാൽ മതി. എന്തിനാണ് ഇതെല്ലാം കർത്താവ് സഹിച്ചത്? മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി. ആമേൻ. നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഇതെല്ലാം ചെയ്തത്. ബൈബിൾ പറയുന്നു, എനിക്ക് വേണ്ടി പരിഹാസമേറ്റു, എനിക്ക് വേണ്ടി തുപ്പലേറ്റു. ഇതൊക്കെ കാണിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ദയനീയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യനെ, നിങ്ങൾ വഴിയെ പോകുന്ന ഒരു മനുഷ്യനെ പരിഹസിച്ച് അവൻ്റെ മേൽ തുപ്പി ഒരാളെ തല്ലിയാൽ നാട്ടുകാർ മൊത്തം നിങ്ങളെ കയ്യേറ്റം ചെയ്യത്തില്ലേ? കാരണം ഏത് വ്യക്തി ആയിക്കോട്ടെ, അവനിപ്പോൾ വീടില്ല, കൂടില്ല, അപ്പനില്ല, അമ്മയില്ല, ആരില്ലെങ്കിലും വഴിയാ പോകുന്നൊരു വ്യക്തിയെ ചുമ്മാ ഒരാൾ പരിഹസിച്ച് മുഖത്ത് തുപ്പി തല്ലി കൊന്നു കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം ഇളകി നിങ്ങളെ തല്ലിക്കൊല്ലും. കാരണം മനുഷ്യൻ അങ്ങനെ. പക്ഷെ എന്തുകൊണ്ട് യേശുവിനെ ആരും സഹായിച്ചില്ല? ബൈബിൾ പറയുന്നു, കർത്താവിനെ സഹായിക്കാഞ്ഞത് ദൈവനിശ്ചയം തന്നെ. എന്തുകൊണ്ടെന്നാൽ ഞാൻ പറഞ്ഞല്ലോ, യെശയ്യാവ് 53 പറയുന്നു, എന്നാൽ അവൻ നമ്മുടെ അതിക്രമം നിമിത്തം മുറിവേറ്റു, എൻ്റെ അതിക്രമം നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യം നിമിത്തം തകർന്നു വിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ കർത്താവിൻ്റെ മേലെ. എപ്പോഴും പറഞ്ഞല്ലേ, കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. അടുത്ത വാക്യം മുതൽ ശ്രദ്ധിച്ചോണം. നാം എല്ലാവരും ആടുകളെ പോലെ വഴി തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞ് യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം യേശുവിൻ്റെ മേൽ ചുമത്തി. ഇപ്പം മനസ്സിലായോ? നമ്മുടെ മുഴുവൻ പാപത്തെയും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ പാപം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ 2 അക്ഷരത്തിൽ തീരുന്നതല്ല. പാപത്തിൻ്റെ അകത്ത് രോഗമുണ്ട്, ശാപമുണ്ട്, നിന്ദയുണ്ട്, പരിഹാസമുണ്ട്, കഷ്ടതയുണ്ട്, പരാജയമുണ്ട്. പിശാചിന് നിങ്ങളെ തകർക്കാനുള്ള എല്ലാ പോംവഴിയും പാപത്തിൽ കിടപ്പുണ്ട്. ഇത് മുഴുവനും ദൈവം എടുത്തിട്ട് യേശുവിൻ്റെ ശരീരത്തിൻ്റെ മേലേക്ക് ചുമത്തി. ശ്രദ്ധിച്ചോണം. 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന, കർത്താവിനെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയത്തില്ല നമുക്ക് ആർക്കും. തന്നെത്താൻ താഴ്ത്തി, ശ്രദ്ധിച്ചോണം, തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ വായ തുറക്കാതിരുന്നു. ഇപ്പം മനസ്സിലായോ? ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഈ സുവിശേഷം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം വന്നാൽ,
ഏതെങ്കിലും രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ കർത്താവായ യേശുവിനെ വിശ്വസിച്ചൊരു വ്യക്തിയാണോ, ഈ വചനങ്ങൾ ധ്യാനിക്കണം. എൻ്റെ കർത്താവ് ഇതിലൂടെ എല്ലാം കടന്നു പോയത് ഞാനും കടന്നു പോകാനല്ല. എൻ്റെ കൂടെ പറഞ്ഞ യേശു കടന്നു പോയത് ഞാൻ കടന്നു പോകാനല്ലെന്ന് പറ. യേശു കടന്നുപോയത് ഞാൻ കടന്നു പോകാനല്ല. ആമേൻ. യേശു കടന്നുപോയത് ഞാൻ കടന്നു പോകാനല്ല. ബൈബിൾ പറയുന്നു, ഇവിടെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാണ്, മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ വായ തുറക്കാതിരുന്നു. ശ്രദ്ധിച്ചോണം. അടുത്ത വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചോണം. സൗണ്ട് എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ കാണാൻ പറ്റും. ഇവിടെ വചനം പറയുന്നു, അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു, ജീവനുള്ളവരുടെ ദേശത്തു നിന്നും ഛേദിക്കപ്പെട്ടു. എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമ നിമിത്തം അവൻ ദണ്ഡന വന്നു എന്നവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു. അവർ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരുടെ ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരുന്നു. എന്നാൽ അവൻ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയില്ല. അവന് കഷ്ടം വരുത്തി അവൻ്റെ പ്രാണനെ ഒരു അകൃത്യയാഗമാക്കിയിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയ്ക്ക് ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിച്ചു. ഇവിടെ മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോണം. ഇവിടെ ഒരു വാക്ക് നിങ്ങൾക്ക് എടുത്തു കാണാൻ പറ്റും. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവൻ വന്ന് കഷ്ടം വരുത്തി. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ചിലരൊക്കെ പറഞ്ഞത് ഇത് ഭയങ്കര കഷ്ടകാലമാണെന്നുള്ള വാക്ക് മേലാ നിങ്ങൾ മിണ്ടരുത്. എൻ്റെ സകല കഷ്ടത്തെയും യേശു ക്രൂശിൽ വഹിച്ചു. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, യേശു ക്രിസ്തുവിനെ വാഴ്ത്തണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനകളെ പ്രൊമോട്ട് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അപ്പോൾ ശ്ലീഹാമാരായിക്കോട്ടെ, വിശുദ്ധന്മാരായിക്കോട്ടെ, അവരൊക്കെ നമുക്ക് ആവശ്യമാണ്, അവരൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവരാണ്, അവരെല്ലാം നമുക്ക് മുമ്പേ സുവിശേഷത്തിൻ്റെ വക്താക്കളാണ്. പക്ഷേ ശ്ലീഹാമാരായിക്കോട്ടെ, വിശുദ്ധന്മാരായിക്കോട്ടെ, അവരെക്കാൾ ഉന്നതൻ യേശു മാത്രമാണ്. ആരാധനയ്ക്ക് യോഗ്യൻ യേശു മാത്രമാണ്. മനസ്സിലായോ? സ്തുതികൾക്ക് യോഗ്യൻ യേശു മാത്രമാണ്. കാര്യം നിങ്ങൾ ഈ വചനങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളോട് ഞാനിപ്പോൾ ഒരു സഹായം ചോദിച്ചാൽ നിങ്ങൾ തിരിച്ചെന്നാ ഒരു പറയുന്നറിയാം, ബ്രദറെ എന്നാ കിട്ടുമെന്ന് ചോദിക്കും. ഈ ലോകത്തിൽ അങ്ങനെയല്ലേ പലപ്പോഴും, അപ്പനായിക്കോട്ടെ മക്കളായിക്കോട്ടെ, ലോകം ഇപ്പം അങ്ങനെയൊക്കെ കൊണ്ട് തിരിച്ചെന്നാ കിട്ടും. നമ്മളും പലരും പ്രതീക്ഷിക്കുന്നവരാ, തിരിച്ചെന്ത് കിട്ടും. പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ പോലും അങ്ങനെയൊക്കെയല്ലേ, എന്ത് കിട്ടും? തിരിച്ചറിഞ്ഞോണം, കർത്താവിനെ നാം സേവിക്കുന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല. ലോകത്തിൽ ഇനി ഒരിക്കലും ഒന്നിനും തരാൻ കഴിയാത്ത രീതിയിൽ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി സകലതും ക്രൂശിൽ വഹിച്ച ഈ കർത്താവിനെ നാം സ്തുതിക്കുന്നവരാകണം. അതോടൊപ്പം തന്നെ ക്രിസ്തുവിൽ എനിക്കുണ്ടായിട്ടുള്ള സകലത്തിലും അനുഗ്രഹത്തിലും ഞാൻ പ്രാപിക്കുന്നവനുമായി തീരണം. മനസ്സിലാകുന്നുണ്ടോ? ഇനി 10-ാം വാക്യം പോലെ ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഈ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകുന്നു. നീതിമാനായ എൻ്റെ ദാസന്റെ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവൻ്റെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. ശ്രദ്ധിച്ചോണം. അതുകൊണ്ട് അവൻ മഹാന്മാരുടെ കൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരുടെ കൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ച്, ശ്രദ്ധിച്ചോണം, നിങ്ങളുടെയും എൻ്റെയും പാപം വഹിച്ച് അതിക്രമക്കാർക്കു വേണ്ടി ഇടനിന്നതുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുക തന്നെ. അടുത്ത വാക്യത്തിൽ യശയ്യാവ് 54 പറയുന്നു, പ്രസവിക്കാത്ത മച്ചിയെ സന്തോഷിക്കുക, നോവ് കിട്ടാത്തവളെ പൊട്ടി ആർത്തിച്ച് ഘോഷിക്കുക. ഏകാംഗിയുടെ മകളെ ഭർത്താവുള്ളവരുടെ മകളെക്കാൾ അധികം യഹോവയ്ക്ക് അരുളി ചെയ്യുന്നു. നിന്റെ കൂടാരത്തിൻ്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ തിരുനിവാസികളെ തിരശ്ശീലകൾക്ക് അവൻ നിവർത്തിക്കട്ടെ. തടുത്തു കളയരുത്. നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കും. നീ ശൂന്യ നഗരത്തെ നിവാസികളെ പാർപ്പിക്കും. ഭയപ്പെടേണ്ട, ശ്രദ്ധിച്ചോണം, ഭയപ്പെടേണ്ട. നീ ലജ്ജിച്ചു പോകത്തില്ല, ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകത്തില്ല. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. നിന്റെ വൈദവ്യത്തിലെ നിന്നയെ നീ ഓർക്കത്തില്ല. ഇതെല്ലാം ബൈബിള് പറയുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോണം, ഇതൊക്കെ നിങ്ങളെയും എന്നെയും പറ്റി ചില വാക്കുകളൊക്കെ നമുക്ക് വായിക്കാൻ പോലും പറ്റാതെ വരും കേട്ടോ. എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്. നമ്മളൊരു കാര്യം ഉറപ്പിച്ചോണം, ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയുന്നു, ഇതെല്ലാം എനിക്ക് വേണ്ടിയാ, ഇതെല്ലാം എനിക്ക് വേണ്ടിയാ. പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭാരപ്പെടും. എന്തുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഈ വചനം, പലരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ പലപ്പോഴും പ്രാർത്ഥന റിക്വസ്റ്റൊക്കെ അയച്ച് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത് വീണ്ടും വീണ്ടും പറയും, നിങ്ങൾ കൂട്ടായ്മ ആചരിച്ച് വചനം കേൾക്കണം.
അല്ല, എന്താ കുഴപ്പമെന്നറിയാവോ? നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പ്രയർ റിക്വസ്റ്റ് അയക്കുന്നവരായിത്തീരും. ഒരു മാറ്റവും നിങ്ങൾക്കുണ്ടാകത്തില്ല. അത്ഭുതം നടന്നേക്കും. ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു അത്ഭുതം നടക്കും. പക്ഷെ നിങ്ങൾക്കൊരു ജയകരമായ ജീവിതം ഉണ്ടാകണോ? തിരുവചനത്തെ കേട്ട് ഇതിൽ നിങ്ങൾ ചേരണം. മനസ്സിലാകുന്നുണ്ടോ? തിരുവചനങ്ങളെ കേട്ട് നിങ്ങൾ ഇതിൽ ജയിക്കുന്നവരാകണം. ഏത് രാജ്യത്തായിക്കോട്ടെ, ഏത് നിയമത്തിലായിക്കോട്ടെ, ഏത് പ്രശ്നത്തിലായിക്കോട്ടെ, നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റും. അത്രത്തോളം വില യേശു കൊടുത്തു കഴിഞ്ഞു. ഇതാണ് പാപപരിഹാരമെന്ന് വിചാരിക്കുക. നമ്മൾ എന്നാണെന്നറിയാം, പാപപരിഹാരം എന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ ചിന്തിക്കുന്നത് എന്നെ ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടിയുള്ള മതസ്ഥാപകനാണ് യേശു എന്ന തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. എന്നെ ജയാളിയാക്കാനാണ് യേശു ക്രൂശിൽ മരിച്ചത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ കുറവുള്ളവനായതുകൊണ്ടാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. ഞാൻ മിടുക്കനായതുകൊണ്ടല്ല. ഇന്ന് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകരുത് കേട്ടോ. ഞാൻ എന്തോ നല്ലവനാണെന്നും ഞാൻ യോഗ്യനാണെന്നും ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പല നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ തടസ്സമായി തീരും. ആമേൻ. ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്? നിങ്ങളൊരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ? മടുത്തു പോകരുത്. കർത്താവിൻ്റെ നാമത്തിൽ കരം വെച്ചിട്ട് വചനം പറയണം. എനിക്ക് വേണ്ടി ഇത് ലഭിക്കുവാൻ മെഡിക്കൽ സയൻസ് പറയും ഇനി അതിൻ്റെ അകത്തൊരു കുഞ്ഞുണ്ടാകത്തില്ല. യേശു പറയും നിനക്ക് തലമുറ ഉണ്ടാകാനുള്ള വില ഞാൻ ക്രൂശിൽ കൊടുത്തു. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ പറയും ബ്രദർ എനിക്ക് വലിയ വിശ്വാസമില്ല, വേണ്ട, അത് കിട്ടൊരു ബുദ്ധിമുട്ടിലായിരിക്കും നിങ്ങൾ പോകുന്നത്, അല്ലേ ബ്രദറെ? കാര്യമൊക്കെ ശരിയാ ബ്രദറെ. എനിക്ക് ഈ വചനം പറയാൻ പോലും പറ്റാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഞാൻ പറഞ്ഞു, കൂട്ടായ്മ ആചരിക്കും. നിങ്ങൾ ഒരു പകർച്ച നിങ്ങളുടെ മേലുണ്ടാകും. യേശു ക്രിസ്തു പറഞ്ഞു തുടങ്ങി. നിങ്ങൾ ആലോചിച്ചു, കർത്താവ് വന്നിട്ട് പറയും പത്രോസ്ലീഹായെ നമുക്കിതുണ്ട്. നിങ്ങൾ നോക്കി, ഇവിടെ ഈ വലിയ മർമ്മത്തെ അറിയണം. കർത്താവിനെ മുറുക്കെ പിടിക്കണം. നിങ്ങൾ കർത്താവിനെ എങ്ങനെ മുറുക്കെ പിടിക്കുന്നത്? കർത്താവിൻ്റെ വചനത്തിലൂടെ നാം യേശുവിലേക്ക് വരണം. പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പരാജയത്തിൻ്റെയും നിന്ദയുടെയും തകർച്ചയുടെ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. യേശുവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെയും കേട്ടത് അങ്ങനെയൊക്കെ പലരും പഠിപ്പിക്കാൻ തുടങ്ങി. കർത്താവിലുള്ള ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ. ഞാൻ ചോദിച്ചു, എന്തു വ്യത്യാസം ഇരിക്കുന്നു ഇവിടെ വന്നിട്ട്? ഞാൻ യേശുവിൽ അല്ലാതിരുന്ന കാലഘട്ടത്തിലും രോഗവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും സമാധാനക്കേടും ആത്മഹത്യയുടെ വക്കിലും ഒക്കെ കടന്നു പോയൊരു കാലം എനിക്കുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ടും പലരും പഠിപ്പിക്കാൻ തുടങ്ങി, സാരമില്ല. ഈ വാക്ക്, ഞാൻ പല വാക്കുകളും വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയേണ്ട ചില വാക്കുകളുണ്ട്. ഒന്ന്, എങ്ങനെ. രണ്ട്, സാരമില്ലെന്നുള്ള വാക്ക് ചെവിക്കൊള്ളരുത്. സാരം ഉണ്ടെന്നേ. എൻ്റെ യേശു കടന്നു പോയത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ കടന്നു പോകാതിരിക്കാൻ വേണ്ടി. നമ്മൾ പണ്ടൊക്കെ ചില പിതാക്കന്മാരൊക്കെ പറയത്തില്ലേ, പണ്ട് നമ്മൾ ചില പിതാക്കന്മാർ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ പറയണം, ഞങ്ങൾ പണ്ട് എന്ത് ചെയ്തു, ഒത്തിരി കഷ്ടതയിലൂടെയാണ് വളർന്നത്, അല്ലേ? നല്ല ആഹാരം കഴിക്കാനില്ലായിരുന്നു, ഒരു നേരത്തെ ആഹാരം മാത്രമുള്ളായിരുന്നു, നല്ല കറികളില്ലായിരുന്നു. ചില പിതാക്കന്മാരൊക്കെ പറയാറില്ല, നിങ്ങളൊക്കെ കേൾക്കാറില്ലേ? അവരുടെ ഒരു കാലഘട്ടത്തെ പറ്റി കേൾക്കാറില്ലേ? ഞാൻ ചോദിച്ചോട്ടെ, അവരങ്ങനെ ചെയ്തത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കങ്ങനെ വരുമ്പോൾ അവരതിൽ സന്തോഷിക്കുന്നുണ്ടോ ഇല്ലയോ? ഞാൻ ചോദിച്ച ചോദ്യം ക്ലിയർ ആയോ? സന്തോഷിക്കുന്നില്ല. അവരത് പറയുന്നതിൻ്റെ കാരണം, നമുക്ക് ചിലപ്പം പലരും അത് കേട്ട് ചിലർ പറയുന്നത് ബോറടി ആയിട്ടൊക്കെ ചിലർ പറയും. പക്ഷെ അത് പറയുന്നതിൻ്റെ കാരണം അവർ കടന്നു പോയതിലൂടെ നിങ്ങൾ കടന്നു പോകാതിരിക്കാൻ വേണ്ടി. മനസ്സിലാകുന്നുണ്ട്? ഇത് തന്നെയാണ് സ്വർഗസ്ഥനായ പിതാവും നിങ്ങളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശു ഭൂമിയിലേക്ക് വന്നത് ഒരു ശരീരത്തിന് മരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെ കർത്താവിന് നേരെ താഴോട്ട് വന്നാൽ മതിയായിരുന്നു. സ്വർഗത്തിൽ എങ്ങനെ ഇരിക്കുന്നു അതേപോലെ താഴേക്ക് വന്നാൽ മരണം പറയും, യേശുവേ അങ്ങയെ ഞാൻ എങ്ങനെ കീഴ്പ്പെടുത്തും? ഒരു ശരീരത്തെ എനിക്ക് എന്ത് ചെയ്യാൻ? മരണത്തിന് ഒരു ശരീരത്തിന് മാത്രമേ മരണത്തെ വഹിക്കാൻ കഴിയത്തുള്ളൂ. പാപത്തിൻ്റെ ശമ്പളം മരണം. യേശു അത് കടന്നുപോയത്. പലപ്പോഴും നിങ്ങളുടെ വീടിൻ്റെ അകത്ത് വിളിച്ചു പറയുവാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ തളർന്നിരിക്കുവാണെങ്കിൽ കൂട്ടായ്മയിൽ ബലപ്പെടണം, വചനത്തിൽ ബലപ്പെടണം. നിങ്ങളുടെ വീടിൻ്റെ അകത്ത് മുഴങ്ങണം കർത്താവിൻ്റെ വചനം, ജയത്തിൻ്റെ വചനങ്ങൾ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വചനം പഠിക്കണം. ഒരു വചനം പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. വചനം പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സും ശരീരവും ഫ്രീ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടത് പരിശുദ്ധാത്മാവിൻ്റെ വ്യാഖ്യാനമാണ്. ഒരു വചനം കേട്ടിട്ട് നിങ്ങൾക്ക് സ്വസ്ഥത ലഭിക്കുന്നില്ല, മനസ്സ് വല്ലാതെ അങ്ങ് അസ്വസ്ഥതപ്പെടുക, അതിൻ്റെ അർത്ഥം വ്യാഖ്യാനം തെറ്റിപ്പോയിരിക്കുന്നു. ആത്മാവിൻ്റെ വ്യാഖ്യാനം അല്ലത്, ജഡത്തിൽ നിന്ന് പൊങ്ങി വന്ന വ്യാഖ്യാനമാണ്. ഞാൻ പറഞ്ഞില്ല, ബൈബിൾ ആർക്കും പ്രസംഗിക്കാം. ഈ തമാശയൊക്കെ പറയുന്ന
സുവിശേഷകരെ കളിയാക്കുന്ന കൊമേഡിയന്മാർ കണ്ടിട്ടില്ലേ? അവർ എത്രയോ നന്നായിട്ട്, ഞാൻ പറഞ്ഞതിൽ നന്നായിട്ട് അവർ പറയും. ഞാൻ നന്നായിട്ട് പറയുന്നുള്ളതല്ല കേട്ടോ, ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മളൊക്കെ പറയുന്നതിലൊക്കെ നന്നായിട്ട് പറയുന്ന കൊമേഡിയന്മാരുണ്ട്. ഞാൻ പലപ്പോഴും ഇനി ചിലപ്പോൾ ഇങ്ങനെ ചിലരൊക്കെ ഇങ്ങനെ അയച്ചു തരുന്നൊക്കെ കാണാറുണ്ട്. എത്രയോ നന്നായിട്ട് അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, എത്രയോ നന്നായിട്ട് അവർ എടുത്ത് ഭംഗിയായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ആ പ്രസംഗം ഒരിക്കലും ആർക്കും പ്രയോജനപ്പെടാത്തതിൻ്റെ കാരണം അത് ബുദ്ധിയിൽ നിന്ന് വരുന്നത് കൊണ്ടാണ്. അതേപോലെ ബുദ്ധിയിൽ നിന്ന് വരുന്ന ഒത്തിരി പ്രസംഗങ്ങളുണ്ട്, അതൊരിക്കലും നിങ്ങൾക്ക് സമാധാനം തരത്തില്ല. ആ വ്യാഖ്യാനങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെ ഈ വചനം പറയുകയാണ്, തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. ശ്രദ്ധിച്ചോണം, അവൻ പരിഹസിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞിട്ട്, ഇവിടെ ശ്രദ്ധിച്ചോണം, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിലൂടെ കടന്നുപോയിട്ട് കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത് ഞാനും നിങ്ങളും പരിഹാസത്തിൻ്റെയും നിന്ദയുടെയും പാപത്തിൻ്റെയും നാശത്തിൻ്റെയും കഷ്ടതയുടെയും നിത്യമരണത്തിൻ്റെയും നിത്യനരകത്തിൻ്റെയും വഴിയിലൂടെ പോകാനല്ല അവൻ ഉയർത്തെഴുന്നേറ്റത്, നിങ്ങൾ യേശുവിൻ്റെ കൂടെ ജീവനിൽ വാഴാൻ വേണ്ടിയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ വിളിച്ചു പറയണം. ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ദൈവത്തെക്കാൾ വലുതല്ല നിങ്ങളുടെ ഒരു വിഷയവും. നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യണം. കർത്താവേ, ഞാൻ ഈ കടന്നു പോകുന്ന വിഷയം എനിക്ക് വലുതല്ല, ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവമാ വലുത്. എൻ്റെ കൂടെ പറ, എൻ്റെ ദൈവമാ വലുതെന്ന് എൻ്റെ കൂടെ എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമാ എനിക്ക് വലുതെന്ന് പറ. എൻ്റെ ദൈവമാണ് എനിക്ക് വലുതെന്ന് പറ. നിങ്ങളിത് പറയണം, നിങ്ങൾ പറയണം. അത് നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത്, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് നിങ്ങൾ ഈ വചനങ്ങൾ പറയാൻ നിങ്ങൾക്ക് കഴിയാത്തൊരു മാനസികാവസ്ഥയിലാണെങ്കിൽ എനിക്കറിയത്തില്ല, അങ്ങനെ എന്നെ കൊണ്ട് എടുത്ത് പറയാൻ. പക്ഷെ നിങ്ങൾ തുടർമാനമായിട്ട് വചനം നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് കേൾക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പരാജയങ്ങൾ നീങ്ങിപ്പോയിരിക്കും, നിങ്ങളുടെ രോഗങ്ങൾ മാറിയിരിക്കും, നിങ്ങളുടെ നിന്ദകൾ മാറിയിരിക്കും. നമുക്ക് ജീവൻ തന്നിട്ടുണ്ട് യേശു. 2 തരം ജീവിതത്തെ പറ്റി ഞാൻ പറഞ്ഞു തരാം, 2 തരം. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. 2 തരം ജീവൻ. നിങ്ങൾക്ക് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന വ്യക്തി രക്ഷിക്കപ്പെടും. ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നിത്യജീവൻ കിട്ടും. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ ഇന്ന് നാം കാണുന്ന ജീവിതത്തെക്കാൾ അനുഗ്രഹിക്കപ്പെട്ട നിത്യജീവൻ, ക്രിസ്തുവിനോട് കൂടെയുള്ള എന്നേക്കും മരണമില്ലാത്ത, അല്ലെങ്കിൽ എന്നേക്കും ജീവിക്കുന്ന ഒരു ജീവിതം. ബൈബിളിൽ പറഞ്ഞ പോലെ കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇവയൊന്നുമില്ലാത്ത, പത്രോസ്ലീഹ എല്ലാത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ കൂടെ ഇതൊന്നുമില്ലാത്ത ഒരു ജീവിതം. അങ്ങനെ ജീവിക്കാൻ പറ്റും. അത് കണ്ടുകൊണ്ട് അത് ഓർത്ത് ജീവിക്കാൻ പറ്റും. സാധാരണ പോലെ ജീവിക്കാൻ പറ്റും. എനിക്കൊരു നിത്യതയുണ്ട്, നമുക്ക് സാധാരണ പോലെ ജീവിതത്തിൽ പോകാം. പക്ഷേ മറ്റൊരു ജീവിതമുണ്ട്, യേശുവിൽ, ഈ ഭൂമിയിൽ അതേ നിത്യജീവൻ്റെ ശക്തിയിൽ ജീവിക്കാൻ പറ്റും. ഒന്നുകൂടെ ഞാൻ പറയാം, യേശുവിൻ്റെ ജീവനാണ് നിത്യജീവൻ. ഇതിൻ്റെ ശക്തിയിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. പലപ്പോഴും നിങ്ങൾ ഓർത്തോണം, ക്രിസ്തു യേശുവിൻ്റെ ജീവിതത്തെപ്പറ്റി നാം ബൈബിൾ വായിക്കുന്ന സമയത്ത്, ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുണ്ട്, ബൈബിളിൽ പലപ്പോഴും കർത്താവിൻ്റെ മാർഗം എന്ന് പറയുന്നത്, നമ്മൾ ഈ സഹന മാർഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. സഹന മാർഗം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, കർത്താവ് പരിഹസിക്കപ്പെട്ടു, അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്തോണം? പരിഹസിക്കപ്പെട്ടു. കർത്താവ് തുപ്പലേറ്റില്ലേ? കണ്ടോ, യേശു തുപ്പലേറ്റെങ്കിൽ, യേശു തല്ലുകൊണ്ടെങ്കിൽ, യേശു പരിഹസിക്കപ്പെട്ടെങ്കിൽ, യേശു തകർക്കപ്പെട്ടെങ്കിൽ നമ്മളും എന്ത് ചെയ്യണം? തകർക്കപ്പെടണം. അപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലും നമ്മൾ മനസ്സിലൊന്നും ചിന്തിക്കത്തില്ല, എൻ്റെ ദൈവമേ എന്തൊരു പാടാ. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. യേശു ഇതിലൂടെ കടന്നു പോയിട്ട് താഴെ ഒരു വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പരിഹസിക്കാനോ തുപ്പാനോ തല്ലാനോ ആർക്കെങ്കിലും കഴിയുമോ ഇല്ലയോ ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ. നിങ്ങൾക്ക് യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ബൈബിൾ പറയുന്നു 500ഓളം പേർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ബൈബിളിൽ വരുമ്പോൾ 500ഓളം പേർക്ക്, അതിൽ കൂടുതലുണ്ട്, ഇന്നും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു സ്ഥലത്ത് പോലും യേശുവിനെ തല്ലുകയും തുപ്പുകയും ചെയ്തു എന്ന് ബൈബിളിൽ പറഞ്ഞില്ല. കർത്താവിൻ്റെ ശിഷ്യന്മാർ പേടിച്ചു വിറച്ചിരിക്കുന്ന അടച്ചിട്ട മുറിയിലേക്ക് യേശു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം.
ആരും കയറി വന്ന് യേശുവിനെ തല്ലിയില്ല, ആരും കയറി വന്ന് യേശുവിനെ തുപ്പിയില്ല, ആരും കയറി വന്ന് യേശുവിനെ എന്ത് ചെയ്തിട്ടില്ല, ഉപദ്രവിച്ചില്ല. അതിൻ്റെ കാരണം അവൻ ഉയർത്തെഴുന്നേറ്റ കർത്താവായി. ഇനി അടുത്തൊരു വാക്യം പറയുമ്പോൾ നിങ്ങൾ ആമേൻ പറഞ്ഞത് പിടിച്ചോണം. ബൈബിൾ പറയുന്നു, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കൊലോസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ട്? ഉയർത്ത കർത്താവ് എൻ്റെ ഉള്ളിലിരിക്കുക. ഉയർത്തെഴുന്നേറ്റ കർത്താവിന് ഇനി ഒരു യഹൂദനും ഒരു റോമാക്കാരനും ഒരു പിശാചനും തല്ലാനോ കൊല്ലാനോ മുടിപ്പിക്കാനോ തുപ്പാനോ പരിഹസിക്കാനോ കഴിയത്തില്ലെങ്കിൽ ബൈബിൾ പറയുന്നു, ഉയർത്തെഴുന്നേറ്റ യേശു എൻ്റെ ഉള്ളത്തിലിരിക്കുന്നു. ഇപ്പം മനസ്സിലായോ നിങ്ങളുടെ ജീവിതം എത്ര ജയത്തിൻ്റെ ജീവിതമാണ്? പലപ്പോഴും നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ഇത് തുടങ്ങിയ സമയത്ത് അവരുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പൗലോസ്ലീഹ പറഞ്ഞൊരു വാക്യമുണ്ട്, ക്രിസ്തു യേശുവിൽ ഞങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്നൊരു ദൈവം. അപ്പം മനസ്സിലായോ? സുവിശേഷത്തിൻ്റെ ഉറപ്പുള്ള സാക്ഷികളായി നിങ്ങൾ തീരണം. ഈ ദിവസങ്ങളിൽ ഇത് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പരിഹാസത്തിലോ നിന്ദയിലോ തുപ്പലേക്കുന്ന അവസ്ഥയിലോ കൊല്ലാൻ നിൽക്കുന്ന അവസ്ഥയിലോ മരണത്തിൻ്റെ വക്കിലോ ഒക്കെ നിങ്ങൾ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളോട് ഞാൻ പറയാൻ പോവാണ്, വിളിച്ചു പറയണം, ഇല്ല എൻ്റെ യേശു ഞാൻ ഈ കടന്നു പോകുന്ന സകല വഴിയിലൂടെയും കടന്നു പോയത് കൊണ്ട് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇതിൽ നിന്ന് ഞാൻ പുറത്തു വരികയാണ്. ഞാൻ ഇതിൽ കോംപ്രമൈസ് ചെയ്യുന്നില്ല. ഞാൻ യേശു ഇന്ന് ഞാൻ നിന്ദിക്കൊടുത്ത് പരിഹസിക്കപ്പെട്ടു കൊടുത്ത് തകർക്കപ്പെട്ടു കൊടുത്ത് ഇന്ന് രോഗിയായിരിക്കുന്നിടത്ത് ഞാൻ സാക്ഷ്യമായി തീരും. വിട്ടുകൊടുക്കരുത് കേട്ടോ, കോംപ്രമൈസ് ചെയ്യരുതേ. ആരെങ്കിലും ഒരു BGM ഇട്ട് ഏതെങ്കിലും ഒരു സ്റ്റാറ്റസ് ഇട്ട് കേട്ടിട്ട് അതിന് ആമയം പറഞ്ഞ് കൈയടിക്കരുത്. അതിൻ്റെ കാരണം ആ സ്റ്റാറ്റസ് ഇട്ട വ്യക്തിയുടെ കുഴപ്പമല്ല, ആ സ്റ്റാറ്റസിലൂടെ പിശാച് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാണ്. നിന്റെ വിഷയം ജന്മത്തിൽ മാറത്തില്ല, നീ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. കേൾക്കുമ്പോൾ ഒരു സുഖമാണ്. ഒരു ശോകമായ ഒരു സ്റ്റാറ്റസും അവർ പറയുന്ന ചില വാക്കുകളും ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയോ എൻ്റെ വിഷയം തന്നെയാണല്ലോ ഈ പറയുന്നത്, അപ്പോൾ എന്നെപ്പോലെ തന്നെ അനേകരുണ്ടല്ലോ അല്ലേ, ആ ഓക്കെ എന്ന് പറഞ്ഞ് അവിടെ വീഴാനല്ല, അപ്പം തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പറയണം, ഇല്ല എൻ്റെ യേശുവിൽ എനിക്ക് ജയമുണ്ട്, എൻ്റെ യേശുവിൽ എനിക്ക് അനുഗ്രഹമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. PG വർഗീസ് എന്ന് പറഞ്ഞൊരു ദേവദാസൻ്റെ ഒരു പ്രസംഗം കേട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്യമുണ്ട്. പലരും ഇങ്ങനെ നിങ്ങളോട് പറയാറുണ്ട്, ഇനി പ്രാർത്ഥിച്ചിട്ട് ഇത് ശരിയായില്ല എന്നാ ചെയ്യും, പ്രാർത്ഥിച്ചിട്ട് ഇത് മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞ വാക്ക് എന്നെ വളരെ രണ്ട് വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൽ നിന്ന് കേട്ടത് എന്നെ ഇപ്പോഴും ഉറപ്പിക്കുന്നുണ്ട് വാക്കുകൾ. അദ്ദേഹം പറഞ്ഞ വാക്യമുണ്ട്, ഇനി ഞാൻ വിശ്വസിച്ചിട്ട് നമുക്കത് കിട്ടിയില്ലെങ്കിലോ, തിരിച്ച് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇനി കിട്ടിയാലോ? അപ്പം കിട്ടിയില്ലെങ്കിലോ എന്നൊരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചൊന്ന് ഇറങ്ങ്, കിട്ടിയാലോ? മനസ്സിലാകുന്നുണ്ടോ? അപ്പം കിട്ടിയില്ലെങ്കിലോ എന്നൊരാൾ ചോദിച്ചാൽ പറഞ്ഞാൽ കിട്ടും, കിട്ടും. എൻ്റെ മുമ്പിൽ ആ വഴി, ഇങ്ങനൊരു വചനം നിങ്ങളുടെ മുമ്പിൽ, ഞാൻ എപ്പോഴും പറഞ്ഞില്ല, ഇത് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യിപ്പിക്കാനോ മോട്ടിവേറ്റ് ചെയ്യാനോ ഞാൻ ഇങ്ങനെ മനസ്സിൽ വരുന്ന ഏതെങ്കിലുമൊക്കെ വിളിച്ചു പോകുമല്ല. ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസവും ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവാത്മാവ് നൽകുന്ന വചനം എന്ന് തെളിവ് വെച്ചോണ്ടാണ്. വചനത്തിൽ അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രക്ഷയില്ലെന്നേ. ബൈബിളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു നിങ്ങൾ രക്ഷപ്പെടും. ബൈബിളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇത് തുടങ്ങിയപ്പോൾ തന്നെ കർത്താവ് എന്നെ കൃപ എന്ന് പറയുന്നൊരു മോളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് ദൈവാത്മാവ് എന്നെ കാണിച്ചു. കൃപ എന്ന് പറയുന്നൊരു മോളെ, എനിക്കറിയത്തില്ല ആ മോള് ഈ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ എന്നെ രണ്ടും, ഈ മോളെയും ഈ ഓട്ടോറിക്ഷയും എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക കർത്താവിനെ. ആ വാഹനവുമായിട്ട് ആ ഒരു ഭവനത്തിൽ വലിയൊരു ബന്ധമുണ്ട്. എനിക്കറിയാം, ഇപ്പം ഇതിനകത്ത് സൂമിൽ പങ്കുചേർന്നോട് ഞാൻ പറയുന്നു, ഇപ്പം നമ്മൾ ഇത്രയും 400 ചില്ലറ ആൾക്കാരും കയറുന്നുണ്ട്. ഇനി ആൾക്കാർ കയറാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ 500 പേരുടെയാണ് ഇപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആൾക്കാർക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്തവരാണ്. ചിലപ്പോൾ നിങ്ങൾക്കത് ഡിലീറ്റ് യൂട്യൂബിൽ നിന്നും സൂമിൽ നിന്നും ഒക്കെ വരുമ്പോൾ, ഫേസ്ബുക്കിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ നാളെ മുതൽ നേരത്തെ കയറിക്കോണം. കാരണം വെച്ചാൽ ആ കപ്പാസിറ്റി കഴിഞ്ഞുകൊണ്ടാണ് ചില ആൾക്കാർക്ക് കയറാൻ പറ്റാതെ ഇപ്പോൾ ബ്ലോക്കായി കിടപ്പുണ്ട്. അത് ലിങ്കിൻ്റെ കുഴപ്പമല്ല, ഇപ്പോൾ അത് നിറഞ്ഞത് ഫുള്ളായതുകൊണ്ടാണ്. ഞാൻ എടുത്ത് പറഞ്ഞ കാര്യം, നാളെ നിങ്ങൾക്ക് വരുമ്പോൾ കയറാൻ പറ്റുന്നില്ലെങ്കിൽ നേരത്തെ പോകണം. ഈ ഗ്രൂപ്പ് ഫില്ലാകുന്നതാണത്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ യേശു, ഇന്ന് ഈ വചനമൊക്കെ ഇന്ന് ധ്യാനിക്കണം. നിങ്ങൾ സ്വയം ഒന്ന് പറ, എനിക്ക് പരാജയപ്പെടാൻ മനസ്സില്ലെന്ന് പറ. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ്, പരാജയപ്പെടാൻ എനിക്ക് മനസ്സില്ലെന്ന് പറ. ഉയർത്തെഴുന്നേറ്റ യേശു എൻ്റെ അകത്തിരിക്കുമെന്ന് പറ. ആമേൻ, ആമേൻ. കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഉയരത്തി എന്ന് അനുവദിച്ചിട്ടല്ല നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്ന അധികാരിയോടെ പറയുന്നത്. ഇന്ന് കർത്താവിനെ തൊടാൻ കഴിയത്തില്ല, കാര്യം അവൻ ഉയർത്തെഴുന്നേറ്റ യേശു എൻ്റെ അകത്തിരിക്കുന്നത്.
ഇപ്പം മനസ്സിലായോ? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എൻ്റെ അകത്തിരിക്കുന്നു. നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ, ശരിയാ, ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ വിഷമത്തിലേക്ക് നിങ്ങൾ പറയും, ബ്രദറെ ഞാനിതെല്ലാം കേൾക്കുന്നുണ്ട്, ബ്രദറെ ഞാനിതെല്ലാം കേൾക്കുന്നുണ്ട്, ബ്രദറെ എനിക്ക് എന്നാലും സങ്കടം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയാം, അനുഗ്രഹിക്കപ്പെടുന്ന ഒറ്റ വാക്ക് പറയാം. ഈ വചനങ്ങളൊക്കെ തന്നെയും പിന്നെയും നിങ്ങൾ ഫോണിലോ വെച്ചങ്ങ് കേൾക്ക്. ഇനി സ്വന്തമായിട്ട് പറയാൻ പറ്റുന്നില്ല ബ്രദറെ, എനിക്ക് അവളുടെ മാനസികാവസ്ഥയില്ല ബ്രദറെ, ഇത് ഓണാക്കി അങ്ങ് വെക്ക്. ആ കറിക്കരിയുമ്പോഴും പാത്രം കഴുകുമ്പോഴും നിങ്ങൾ കുളിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഇതങ്ങ് കേട്ട് കേട്ട് നിങ്ങളുടെ ഈ ഹൃദയത്തിൻ്റെ ആഴത്തിലോട്ട് അത് കയറുമ്പം നിങ്ങൾ തന്നെ പറയാൻ തുടങ്ങി, എൻ്റെ ലജ്ജ മാറിയിരിക്കും, ഞാനിനി ഇതിൽ കോംപ്രമൈസ് ചെയ്യത്തില്ല. കാര്യം വചനത്തിന് നിങ്ങളെ തൊടാൻ കഴിയും, വചനത്തിന് നിങ്ങളുടെ ജീവിതത്തെ തിരുത്തി കുറിക്കാൻ കഴിയും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ഞാൻ എക്സാം ഉള്ളവർക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസമൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. എൻ്റെ കൂടെ ഇന്ന് പറഞ്ഞു. അതെ, ഞാൻ അറിയുന്ന ഒരു മോനെ, ഞങ്ങളുടെ സഭയിലൊരു മോനെ, അവൻ അവർക്ക് വേണ്ടി കിഡ്നി ഫെയിലിയർ ആയിട്ട് യേശുവിൻ്റെ നാമത്തിൽ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ. അവനോട് ഇത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഈ വചനങ്ങൾ അവനെ കേൾപ്പിച്ച് സിസ്റ്റർ പറയണം. മോനെ, നിന്റെ പുതിയ കിഡ്നി കിട്ടാൻ വേണ്ടി യേശു ക്രൂശിൽ മരിച്ചത്. നീ രോഗിയായി യേശുവിനെ സ്തുതിക്കുന്നത് യേശുവിന് ഇഷ്ടമല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, മുടന്തനായിരുന്നുകൊണ്ട് തുള്ളിച്ചാടുന്ന അവനെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് പത്രോസ്ലീഹ പറഞ്ഞു, പൊന്നോ വെള്ളി എനിക്കില്ല, നീ എണീറ്റ് ചാട്. അവൻ ദൈവത്തെ ചാടി തുള്ളി ദൈവത്തെ സ്തുതിച്ചത് പറയും. യേശു അത് കണ്ട് ചിരിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ രോഗത്തിലിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ കർത്താവ് കരയുക കേട്ടോ. കാര്യം എന്തിനാ ഞാൻ ഈ വില കൊടുത്തത്, എന്തിനാ ഞാൻ മുറിവേറ്റത്? നിങ്ങൾ രോഗിയായിരിക്കണം, ഏറ്റെടുത്തോ കേട്ടോ. സഹോദരി ക്രിസ്റ്റഫറിനോട് പോയി പറയണം, യേശു ജീവിക്കുന്നു, നീ തല കുനിക്കത്തില്ല കേട്ടോ. നീ യേശുവിൻ്റെ സാക്ഷിയായിട്ട് വന്നതല്ലേ, നിനക്ക് പുതിയ കിഡ്നി. അങ്ങനെ തന്നെ പറ. നീ കളിയാക്കുന്നവൻ കളിയാക്കട്ടെ, ഈ വചനം ഉയർത്തി പിടിച്ചുകൊണ്ട് പറ, എൻ്റെ തെളിവ് ഇതാന്ന് പറ, എനിക്ക് വേറൊരു തെളിവുമില്ല. നിനക്ക് പുതിയ കിഡ്നി വരുമെന്നുള്ളത് ഒരു മെഡിക്കൽ സയൻസും പറയത്തില്ല പുതിയ കിഡ്നി കിട്ടുമെന്ന്. ഒരു ലോക സയൻസും പറയത്തില്ല പുതിയ കിഡ്നി കിട്ടുമെന്ന്. പക്ഷേ നമുക്ക് പറയാൻ പറ്റും. ബൈബിളിൽ പറയുന്നു, അവൻ മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവമാണ്. ഹല്ലേലൂയ. യേശു വില കൊടുത്തു. എല്ലാവരും പ്രാർത്ഥിച്ച് ആരാധന. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഫ്രാൻസിസ് പോൾ എന്ന് പറയുന്ന ഒരു ഭവനത്തെ കർത്താവ് ഇതേപോലെ സ്പർശിക്കുക. ഫ്രാൻസിസ് പോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ആത്മാവേ, ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ഇതിനെ ഓവർകം ചെയ്യണം. ഇന്ന് ഈ കൂട്ടായ്മയൊക്കെ ഇടുന്നതോടെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് തുടർമാനമായിട്ട് ചേരുവാൻ ഒരു പ്രേരണ ഉണ്ടാകുന്നുവെങ്കിൽ ചേരുക. ഇല്ലാത്ത പക്ഷം നിങ്ങൾ നിർബന്ധമില്ല. എനിക്കൊരു പ്രയർ റിക്വസ്റ്റ് അയച്ച് അത് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ കയറണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾക്ക് കർത്താവിലൊരു പ്രേരണ ലഭിക്കുന്നുണ്ടോ, ഒരു ആകർഷണം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ, വിട്ടുകൊടുക്കരുത്. ദൈവം നിങ്ങളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ, ഈ വചനമൊക്കെ പറയാൻ വേണ്ടി വരുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും എനിക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് പറയാൻ പോലും പറ്റാത്ത ചില സാഹചര്യങ്ങൾ വരും. പക്ഷെ ദൈവം ഒരു ബലം നൽകിയ നിങ്ങളോട് പറയുവാൻ. എൻ്റെ അർത്ഥം, നിങ്ങളെയും എന്നെയും ദൈവം ഇങ്ങനെ വിടാൻ പദ്ധതിയില്ല. ക്രിസ്തു യേശുവിൻ്റെ സാക്ഷിയാക്കാനാണ് പദ്ധതി. അനുഗ്രഹിക്കുന്ന രോഗമുള്ള ഭാഗത്ത് കൈവച്ചേ. ഈ ദിവസങ്ങളിൽ ആ വലിയ കടഭാരത്തെ നോക്കിയിട്ട് പറ, ഇതെല്ലാം നീങ്ങിപ്പോകുമെന്ന് പറ. ഇതെല്ലാം നീങ്ങിപ്പോകും. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെയെന്നുള്ള വാക്ക് എൻ്റെ വിഷയമല്ല, എൻ്റെ വിഷയം ദൈവമാണ്. ഞാൻ കാണും. ഇന്ന് ഞാൻ തല കുനിക്കുന്നിടത്ത്, ഇന്ന് ഞാൻ പരിഹാസമായി നിൽക്കുന്നിടത്ത് അവിടെ തന്നെ ഞാൻ വീണ്ടും പറഞ്ഞു, ഓടരുത് കേട്ടോ, ഓടരുത്. ഓടാൻ എല്ലാവർക്കും പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കി, തകർന്നവൻ എപ്പോഴും ഓടിയ ചരിത്രമേ ലോകത്തിലുള്ളൂ. അവൻ ആത്മഹത്യ ചെയ്യും, അവൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും, അവൻ രക്ഷപ്പെട്ടുകൂടും. പക്ഷെ ജയാളിയുടെ പ്രത്യേകത, അവൻ നിലനിൽക്കുന്നവനാ. നിങ്ങളെ ദൈവം നിർത്തും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല, എന്തുകൊണ്ടാണ് ഇസ്രായേലിന് അവർക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ലോകത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഈ കോടിക്കണക്കിന് പൈസ മുടക്കി രാജ്യം ഉണ്ടാക്കാൻ അവനെ കൊണ്ട് പറ്റും. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പോയി അങ്ങനെ മേടിച്ച ഒരു രാജ്യത്തെ പറ്റി നമുക്കറിയാം അല്ലേ. ഇസ്രായേലിനെ കൊണ്ട് അത് പറ്റും. എപ്പോഴും ഈ പ്രശ്നം നടക്കുന്ന ഈ ഇട്ടാവട്ടത്തിന് എന്തുകൊണ്ടാണ് ഇതിനെ വട്ടം പിടിക്കുന്നത്? അവർ പറയും, ഇതാണ് പ്രോമിസ്, ഇതാണ് വാക്തത്വം, ഞങ്ങളിത് വിട്ടുകൊടുക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കി, യൂറോപ്പിലോ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് എത്രയോ നല്ല ഭൂമിയുണ്ട് അവർക്ക് വേണ്ടി. ഉപയോഗിക്കാൻ പറ്റുന്ന എത്രയോ കാടുകളുണ്ട്. അവർക്കത് മുഴുവൻ എന്ത് ചെയ്യാം? മരുഭൂമിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് എല്ലാ സ്ഥലവും അനുഗ്രഹമാക്കാൻ പറ്റും. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം നിറഞ്ഞ ഈ സ്ഥലം നിങ്ങൾ വട്ടം പിടിച്ച് നിൽക്കുന്നത്? വിട്ടുകൊടുക്കത്തില്ല. ഇത് വാക്തത്വമാണ്. ഇതായിരിക്കണം നിങ്ങളുടെ മനോഭാവം. നിങ്ങളുടെ അകത്തോട്ട് ഇടിച്ചു കയറണം. വാക്തത്വം എൻ്റെ അവകാശമാണ്. കാര്യം വാക്കു പറഞ്ഞവൻ മാറത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്ന കർത്താവേ,
ഇപ്പോൾ ഈ നിമിഷം തന്നെ സൗഖ്യങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം തന്നെ അത്ഭുതങ്ങൾ നടക്കുക. വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ, നിങ്ങളുടെ പ്രതിസന്ധിയുടെ മേൽ യേശു ജീവിക്കുന്നത് കൊണ്ട് അത്ഭുതം കാണുന്നത് വരെ ഞങ്ങൾ കൽപ്പിക്കും. അത്ഭുതമായിട്ട് മടങ്ങിപ്പോകുക. കാര്യം ഞങ്ങളുടെ ബലം കർത്താവാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? യേശുവിനെ മുറുക്കെ പിടിച്ചാൽ മതി. യേശുവിനെ മുറുക്കെ പിടിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ വട്ടം പിടിക്കും. നിങ്ങളെ പിടിച്ചങ്ങ് ഉയർത്തും പരിശുദ്ധാത്മാവ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യും. നിന്ദകൾ മാറട്ടെ, തല കുനിച്ച അവസ്ഥകൾ തീരട്ടെ. കര ഉയർത്തുന്ന വ്യക്തികളുടെ കരത്തെ സ്വർഗം പിടിച്ചതിന് നന്ദി. വിരോധവും പ്രതികൂലമായതിനെല്ലാം വെട്ടിമാറ്റുന്ന കർത്താവേ, വെട്ടിമാറ്റുന്നു. സൗഖ്യത്തിനും അത്ഭുതത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും നന്ദി. കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഏവരെയും സാക്ഷ്യമാക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശു ജീവിക്കുന്നു. കർത്താവിൻ്റെ കൂടെ നമ്മൾ ജീവനിൽ വാഴും. മനസ്സിലാക്കണം, ജീവിക്കുക എന്നല്ല, ജീവനിൽ വാഴുമെന്ന ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വലിയ പ്രവൃത്തികളാൽ ദൈവം നമ്മളെ നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും ചെയ്യുവാൻ ശക്തനാണ്. നമുക്ക് മുന്നോട്ട് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, പ്രയർ റിക്വസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. വിഷമിക്കരുത്. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പലരും സങ്കടത്തോടെ അയക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കൂട്ടായ്മ ആചരിക്കുക, പ്രയർ റിക്വസ്റ്റ് ഇട്ട് കൂട്ടായ്മ ആചരിക്കുക. ബാക്കിയെല്ലാം കർത്താവ് നോക്കിക്കൊള്ളുന്നേ. എനിക്ക് മിസ്സായി പോയാലും കർത്താവിന് മിസ്സാകത്തില്ല. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും നിങ്ങൾക്ക് ദൈവിക ആലോചന ഇടപെട്ടവരോ സാക്ഷ്യങ്ങളോ പറയാനുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ സാക്ഷ്യങ്ങൾ പറയാം. കുറച്ച് സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കും. അതിനുശേഷം നമ്മൾ തുടർമാനവഴി അടുത്ത ദിവസങ്ങൾ കേൾക്കുന്നുണ്ട്. സമയം ഉള്ളതുകൊണ്ടാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രയർ റിക്വസ്റ്റുകളല്ല ഈ സമയത്ത് പറയേണ്ടത്. നിങ്ങൾക്ക് ഏതെങ്കിലും ദൈവിക ആലോചന സാക്ഷ്യങ്ങളുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓരോരുത്തരായിട്ട് ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ പറഞ്ഞോട്ടെ. പറഞ്ഞു സിസ്റ്ററെ. പറഞ്ഞു. ബ്രദറെ, ഞാൻ 2 ദിവസം മുന്നേ ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞിരുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ട് കിഴക്കേ വീട്ടിലെ ചേച്ചി വീണ് കയ്യുമ്മേ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം കിട്ടിയെന്ന്. പക്ഷെ അവര് യേശുവിനെ ഏറ്റെടുക്കാൻ അങ്ങനെ തയ്യാറുള്ള ഒരു ഇതല്ല. 2 വർഷമായിട്ട് ഞാൻ അവരോട് ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മറ്റ് ദൈവങ്ങളെ വിട്ട് അവർ വരാൻ തയ്യാറില്ലായിരുന്നു. പക്ഷെ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കും എന്നുള്ള ആ വചനം ഭയങ്കര ഫലവത്തായി. ഞാൻ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടിയത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഒരു യൂറിൻ ഇൻഫെക്ഷനുള്ള അങ്കിളിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് അത് വിടുതൽ കിട്ടിയെന്ന്. ആ സാക്ഷി ഞാൻ ഈ ചേച്ചിയുടെ അടുത്ത് ഇന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഈ ചേച്ചിക്ക് പറഞ്ഞു, എനിക്ക് കർത്താവിനെ ഏറ്റെടുക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോടെ എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ വീട്ടിൽ പോയി ആ ചേച്ചിക്ക് കർത്താവിനെ ഏറ്റു പറയാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. ഇന്ന് അവര് കർത്താവിനെ ഏറ്റെടുത്തു. ദൈവത്തിന് നന്ദി. കർത്താവേ സ്തോത്രം. ആമേൻ. തീർച്ചയായിട്ടും ബ്രേസ്റ്റർ വലിയൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ല, പലപ്പോഴും ഇനി കേൾക്കുന്ന ആർക്കെങ്കിലും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, യേശുവിലേക്ക് വരിക എന്നുള്ളത് ഒരു മതത്തിലേക്ക് വരിക അല്ല, നിങ്ങൾക്ക് ക്രിസ്തുവിലേക്ക് വരിക എന്നുള്ളത്. ഇപ്പോൾ പറഞ്ഞല്ലോ, ആ ഒരു രോഗസൗഖ്യം കഴിഞ്ഞ സിസ്റ്റർ പറഞ്ഞു, വചനം കേട്ട് സിസ്റ്റർക്ക് ഒരു തിരിച്ചറിവുണ്ടായി. ഞാൻ പ്രാർത്ഥിച്ചാലും യേശു സൗഖ്യമാക്കും. അങ്ങനെ പോയി പ്രാർത്ഥിച്ചു, ഒരു സൗഖ്യം നടന്നു. പക്ഷെ അവർ യേശുവിനെ കൈക്കൊണ്ടില്ല. പക്ഷെ മറ്റൊരു സാക്ഷ്യം കൂടെ നടന്നപ്പം അവർ യേശുവിലേക്ക്. അപ്പോൾ സാക്ഷ്യങ്ങൾ എപ്പോഴും ദൈവതാമഹത്വത്തിനും യേശുവിലേക്ക് വരാനും ഒക്കെ ഒരു മുഖാന്തരമാണ്. അനേകർക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കണം. അനേകർ യേശുവിൻ്റെ സുവിശേഷം നിങ്ങൾ പറയണം. സുവിശേഷം പറയും. യേശു നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയണം ധൈര്യത്തോടെ. യേശു നിങ്ങളെ സഹായിക്കുമെന്ന് പറയണം. ഒരു മടിയും വേണ്ട. ബൈബിൾ അങ്ങനെ പറയുന്നുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു സിസ്റ്ററെ. ഞാൻ കുറെ കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു വിഷമമുണ്ട്. അപ്പം ഞാൻ ഇരുന്ന് പറഞ്ഞു, ഞാൻ മരിക്കേണ്ടി വന്നാലും യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇനി ഒരു കോംപ്രമൈസിന് തയ്യാറല്ല. നോ അഡ്ജസ്റ്റ്മെന്റ്, നോ കോംപ്രമൈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് കുറേ വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ അങ്ങനെ പറയാറുണ്ട്. ഞാൻ എന്ത് വന്നാലും ഞാൻ എൻ്റെ പ്രശ്നത്തിൻ്റെ മുകളിൽ ഒരു വിട്ടുവീഴ്ചയും തയ്യാറല്ല. ഞാൻ യേശു ക്രിസ്തു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് പറഞ്ഞത് എനിക്ക് വേണ്ടിയത് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്തോത്രം. തീർച്ചയായിട്ടും സിസ്റ്ററെ, മുറുക്കെ പിടിക്കുക. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് കൈവിടത്തില്ല. കർത്താവ് നമ്മളെ സഹായിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. കർത്താവ് മറ്റാരെങ്കിലും ഉണ്ട്? എന്തോ പറഞ്ഞു. ഹലോ ബ്രദറെ, പറയട്ടെ. പറഞ്ഞു. എന്റെ പേര് സൂസൻ എന്നാണ്. ഞാൻ കുവൈറ്റിൽ നിന്നാണ്. എനിക്ക് ഒരാഴ്ചയായിട്ട് പല്ലുവേദന ഉണ്ടായിരുന്നു.
അപ്പൊ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രിയില് ഇങ്ങനെ ഒരു സൂചി ഇങ്ങനെ പല്ലിനകത്തോട്ട് കുത്തിയാൽ എങ്ങനെ വേദന എടുക്കും അതുപോലെ പെയിൻ വന്ന് ചെവിയുടെ അകത്തും എല്ലാം വേദന വന്ന് ഒട്ടും സഹിക്കാൻ മേലാതെ ഞാൻ എൻ്റെ കൈ വെച്ച് അവിടെ പ്രാർത്ഥിച്ചു. യേശു അപ്പച്ചൻ്റെ തിരുമുറിവുകളാൽ എനിക്ക് സൗഖ്യം വന്നെന്ന് പ്രാർത്ഥിച്ചൊരു 10 തവണ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് സഡൻ ആയിട്ട് അതങ്ങ് നിന്നുപോയി. എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ചേച്ചി പറഞ്ഞ മാതിരി LKG പഠിക്കുന്ന കുട്ടിക്ക് വരെ മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് ബൈബിൾ, എന്താണ് വിശ്വാസം എന്ന് പഠിപ്പിച്ചു തന്ന ബ്രദറിന് ഒത്തിരി താങ്ക്സ്. അതേമാതിരി മുന്നോട്ട് പോകാൻ, അതായത് ഓരോ കാര്യത്തിലും മുന്നോട്ട് പോകാൻ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വലിയ ശക്തി എന്നെ നയിക്കുന്നുണ്ടെന്നുള്ളൊരു വലിയ ബോധ്യം എനിക്ക് കിട്ടി. അത് ആദ്യമേ ഉണ്ട്, പക്ഷെ അത് എവിടേക്കോ നമുക്ക് എവിടെ നിന്നാണ് കിട്ടണേ എന്നുള്ളത് അറിയുന്നുണ്ടായിരുന്നില്ല. ബ്രദർ പറഞ്ഞ മാതിരി പസിൽസ് പോലെ ബൈബിളിന്റെ ഓരോ സ്ഥലത്തും കിടക്കുന്നത് വെളിപ്പെടുത്തി കിട്ടുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്, സഹനം സഹിക്കാനാണ് നമ്മളെന്നാണ് ഇതുവരെ വിചാരിച്ചിരുന്നത്. ഒരു ജീവിതത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പെട്ടെന്നൊരു മാറ്റാണ്. ദൈവം എനിക്ക് വേണ്ടിയിട്ടാണ് കുരിശിൽ മരിച്ചത്, ഞാൻ സഹിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് യേശു കുരിശിൽ മരിച്ചതെന്നുള്ള വലിയൊരു തിരിച്ചറിവാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇതിന് ഒത്തിരി താങ്ക്സ് പറയണു, നന്ദി പറയണു. തീർച്ചയായിട്ടും സിസ്റ്ററെ, പ്രീസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഹസ്ബൻഡിന് വേണ്ടി ഇനിയും പ്രാർത്ഥിച്ചോണം. ഇപ്പോൾ നടന്നതൊരു അടയാളം മാത്രമാണ്. പുതിയ അവയവം ഉണ്ടായി വരും. ഇന്ന് എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ എല്ലായിടത്തും പോയി സാക്ഷ്യം പറയും. നമ്മൾ ബുദ്ധിമണ്ഡലങ്ങൾക്കപ്പുറമായ സ്പിരിച്വൽ ചിന്തയിലേക്ക് നമ്മൾ കയറണം. പുതിയ അവയവം ഉണ്ടാകും, ആരോഗ്യം വരും. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് ഇതൊരു അടയാളമായിട്ട് തന്നെ വേണം. ഇനിയും കൈവച്ച് എല്ലാ ദിവസവും പറയണം, കർത്താവേ, യേശുക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ എൻ്റെ ഹസ്ബൻഡിന് സൗഖ്യം വന്നിരിക്കുന്നു, പുതിയ അവയവം വന്നിരിക്കുന്നു, ആരോഗ്യം വന്നതിന് നന്ദി എന്ന് പറഞ്ഞോണം. ഇനിയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശക്തിയോടെ ദൈവം നടത്തട്ടെ. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഹലോ. മിനിങ്ങാന്ന് ബുധനാഴ്ച നമ്മുടെ മോൻ്റെ കുഞ്ഞ് ഒന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ കാലത്തെണീറ്റപ്പോൾ ചുമയൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രിയൊക്കെ ചുമയുണ്ടായിരുന്നു, പക്ഷെ കാലത്തെണീച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു 11 മണിയാകുമ്പോഴാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ കുട്ടി ലേറ്റായിട്ടേ കഴിച്ചുള്ളൂ. അപ്പം നല്ല ചുമ. അപ്പം എന്നിട്ട് നല്ല ചൂടുവെള്ളമൊക്കെ കൊടുത്തിട്ടും ചുമ കൂടുതലായി, നിൽക്കണേയില്ല. അപ്പം തന്നെ ഞാൻ കൈവച്ച് നന്നായി യേശുവിൻ്റെ മുറിവിലാൽ സൗഖ്യം വന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ ലേറ്റായി ചുമ വന്നു. പിന്നെ ഇത്തിരി ചൂടുവെള്ളം കൂടുതൽ കൊടുത്തു, മരുന്നൊക്കെ കൊടുത്തു. മരുന്നിൽ കൂടുതൽ യേശുവിൻ്റെ വചനം വെച്ച് നന്നായി പ്രാർത്ഥിച്ചു. അതാണ് ആ മരുന്നാണ് ഞാൻ കൊടുത്ത കുട്ടിയെ. തൊണ്ടയിലൊക്കെ വെച്ചും പുറത്തൊക്കെ വെച്ച് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം പിന്നെ ചുമച്ചതേയില്ല. അത് വലിയൊരു അനുഗ്രഹം നടന്നത്. നല്ല ചുമ പറഞ്ഞാൽ നല്ല ചുമയായിരുന്നു. അതുപോലെ വേറൊരു സാക്ഷ്യം, അന്നത്തെ ദിവസം തന്നെ വൈകിട്ട് കുഞ്ഞിന് ചെവി വേദന വന്നു, വലത്തെ ചെവി. ആ വേദന വന്നിട്ട് നല്ല ഡ്രോപ്സ് വാങ്ങിക്കണം പറഞ്ഞു. പക്ഷെ എന്നും സ്റ്റോക്ക് ഉണ്ടാവും വീട്ടിൽ. പെട്ടെന്ന് അർദ്ധരാത്രിക്കായിരിക്കും കുഞ്ഞുങ്ങൾ, 7 വയസ്സായ കുഞ്ഞും 6 വയസ്സായ കുഞ്ഞാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളങ്ങനെ രാത്രിയൊന്നും അവിടെ പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ വീട്ടിൽ സ്റ്റോക്ക് ചെയ്യും. അപ്പം അതുകൊണ്ട് അങ്ങനെ വേദന വന്നപ്പോൾ തന്നെ മരുന്ന് വേണ്ട, ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ്, ആ ചെവി വേദന ഒന്നും ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞ് നന്നായി കൈ വെച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് കാലത്തൊന്നും ഉണ്ടാവില്ല പറഞ്ഞു. കാലത്ത് എണിച്ച് ചോദിച്ചപ്പോൾ ഒന്നുമില്ല അച്ഛമ്മയെ പറഞ്ഞു. പിന്നെ പറഞ്ഞു, സ്കൂളിലേക്ക് പോകുമ്പോൾ ചെവി വേദന ഇല്ലാണ്ടിരിക്കണം, എനിക്ക് പേടിയാവുകയാണ് അച്ഛമ്മയെ പറഞ്ഞു. ഒന്നും ഉണ്ടാവില്ല പറഞ്ഞു. കുട്ടി ക്ലാസ് കഴിഞ്ഞ് 4:15 വീടെത്തിയപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. വലിയൊരു സൗഖ്യമാണ്. ഇന്നലെ വൈകുന്നേരം, ഇന്നലെയാണ് ക്ലാസ് ഉണ്ടായിരുന്നത്, മിനിഞ്ഞാന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വലിയൊരു അനുഗ്രഹമാണ് ദൈവം തന്നു. അതേപോലെ പ്രാർത്ഥിച്ചതിന് ഒരുപാട് നന്ദി. അതുപോലെ വേറൊരു വിഷയം, നമ്മളെ മോളുടെ അച്ഛമ്മ പുഷ്പ പറഞ്ഞത്, അവര് പെട്ടെന്നാണ് അങ്ങനെ ഫീവർ വന്നത് എന്താണെന്നേ അറിയില്ല. നമ്മൾ മരുന്നൊക്കെ കൊടുത്തു, മാറിയില്ല. പിന്നെ താഴെ വലത്തെ ചെവിടെ അവിടെ ഒരു പഴുപ്പ് വന്നു പറഞ്ഞു. അപ്പോൾ സർജറി ചെയ്യണം പറഞ്ഞു. സർജറി ചെയ്തു. ആ സർജറി ചെയ്ത് കഴിഞ്ഞ് 15 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും പ്രാർത്ഥിക്കേണ്ടത്, നല്ലൊരു മാറ്റം വരും പറഞ്ഞു. പിന്നെയും വന്നു, പനി കൂടുതലായി. പിന്നെ അവർ ജൂബിലിയിൽ പോയപ്പോൾ അവർ ടെസ്റ്റ് ചെയ്ത്, നിങ്ങൾ സർജറി ചെയ്ത അവിടെ എന്താ പ്രശ്നം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഡെയിലി ഒരു ആന്റിബയോട്ടിക് ഇഞ്ചക്ഷനാണ്. അപ്പോൾ ക്യാപ്സൂളല്ല, അപ്പോൾ ഇഞ്ചക്ഷൻ വെക്കണം പറഞ്ഞു. ഒരാഴ്ച നിങ്ങളവിടെ അഡ്മിറ്റ് ആകണം പറഞ്ഞു. അവിടെ അങ്ങനെ അഡ്മിറ്റ് ആയി ജൂബിലിയിൽ. അങ്ങനെ തൃശ്ശൂർ ജൂബിലി അഡ്മിറ്റ് ആവുകയും ചെയ്തു. അത് കഴിഞ്ഞ് 15 ദിവസം അവിടെ കിടന്നു. അച്ഛനും മകനും കാവലിരുന്നു, അവിടെ കിടന്നു. അതിനുശേഷം വീട്ടിലേക്ക് വന്നപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു.
ഹാപ്പി ആയിരുന്നു, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പെട്ടെന്നാണ് അവർക്ക് ആ സർജറി ചെയ്ത് അവിടെ അങ്ങനെ ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് പഴുപ്പില്ല. അപ്പൊ അവർ ചോദിച്ചു ഇതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഡോക്ടർമാർക്ക് ഇതൊന്നും പിടുത്തം കിട്ടണില്ല, ഇതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, എവിടുന്ന് അങ്ങനെ വരുന്നത്, ഇവർക്ക് ഈ രോഗം എവിടെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്നിട്ട് കോയമ്പത്തൂർ പോയ സമയത്ത് അവർക്ക് ആകെ ടെൻഷൻ, എവിടുന്ന വരുന്ന ഈ പഴുപ്പ് ഇങ്ങനെ വരുന്ന അറിയില്ലല്ലോ പറഞ്ഞു. അവര് 2 മണിക്കൂറത്തെ സർജറി, ഇതിപ്പം മെയ് 29 2 മണിക്കൂർ കാലത്ത് 8 മണിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അങ്ങനെ ആ 2 മണിക്കൂർ സർജറി കഴിഞ്ഞ ശേഷം പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഉമിനീർ ഗ്രന്ഥികൾ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിരിക്കും കുറച്ചൊക്കെ. അതും എടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ഒരാഴ്ച വരെ അവരവിടെ കിടത്തി. ആ ഒരാഴ്ച കിടത്തിയിട്ടാണ് വീട്ടിലേക്ക് പറഞ്ഞത്. വീട്ടിൽ പോയി പറഞ്ഞയച്ച് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും പനി വന്നു, പിന്നെയും തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 4 ദിവസം മുമ്പാണ് നമ്മുടെ പാലക്കാട് ഒരു വീട് അവിടെ വന്നു കഴിഞ്ഞാൽ അവരെന്നമാതിരി പറഞ്ഞു ഒന്നും പ്രാർത്ഥിക്കണം. ആ ഹോസ്പിറ്റലിൽ കോയമ്പത്തൂർ കിടക്കുമ്പോൾ തന്നെ അവർ അച്ഛൻ്റെ അടുത്തും മാൻ്റെ അടുത്തും ഞാൻ പറഞ്ഞു, യേശു നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല, ഞാൻ പറഞ്ഞ വചനങ്ങൾ അവരുടെ അടുത്ത് പറയണം പറഞ്ഞു. യേശു നിങ്ങളുടെ രോഗം വഹിച്ചു, യേശു നിങ്ങളുടെ രോഗം വഹിച്ചു എന്ന് നന്നായി പറഞ്ഞുകൊണ്ട് അച്ഛനും മക്കളും അവരുടെ അടുത്തും പറയണം, പുഷ്പടുത്തും പറഞ്ഞു കൊടുത്തും പറഞ്ഞു ഒന്നും കൊണ്ട് ലജ്ജിക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഞാനും പ്രാർത്ഥിക്കേണ്ടത്, ദൈവം വലിയൊരു അത്ഭുതമാണ് പ്രവർത്തിച്ചിരിക്കുന്നത്, നടന്നിരിക്കും, എൻ്റെ വിശ്വാസം കൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നും പറഞ്ഞു. അങ്ങനെ കുറച്ചൊക്കെ സമാധാനം വന്നു. ഇപ്പൊ 4 ദിവസം പാലക്കാട് അവര് സ്വദേശത്ത് വന്നിരുന്ന് 5 ദിവസം വന്നിരുന്നു. ഇന്നിപ്പോ തൃശ്ശൂർ കോയമ്പത്തൂർ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇന്നലെയൊക്കെ അവര് മിറ്റമൊക്കെ തൂത്തുവാരി എന്ന് പറഞ്ഞു. വലിയൊരു അതിശയോടെ നടന്നു. നല്ലൊരു സമാധാനമുണ്ട്. ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഇത്തിരി നല്ലൊരു മാറ്റം വന്നെന്നും പറഞ്ഞു. പക്ഷെ അവർ രോഗം ഇനിയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്താണെന്ന്. അതാണ് ഏറ്റവും വലിയൊരു. ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ പറ്റിയില്ല. അവരൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കുക. എന്താ പറയുക, ഇവിടെ നമ്മൾ സ്കൂട്ടിയിൽ പോകുമ്പോൾ നല്ല മഴ, വിട്ട് മഴ വരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് ഈ ദിവസങ്ങളിൽ ഇപ്പോൾ കേട്ടതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. ആ കുഞ്ഞിന് വേണ്ടി സൗഖ്യം തന്ന പോലെ, ആ സഹോദരിക്ക് ആശ്വാസം കൊടുത്തതുപോലെ ഇനിയും പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി ഫോൺ ചെയ്ത് പ്രാർത്ഥിക്കുക, ഫോണിലൂടെ പ്രാർത്ഥിക്കുക. ഇനി പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഫോണിലൂടെ പ്രാർത്ഥിക്കുക. അവരെ ബലപ്പെടുത്തുക. യേശുവിൻ്റെ മുറിവ് ആരോഗ്യം വരുത്തില്ല. നമുക്ക് എന്താ കാരണം എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി കാരണം കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും ഒറ്റ പരിഹാരം യേശുവിൻ്റെ മുറിവാണ്. ഇന്ന് കർത്താവിനുള്ള ബലവും ശക്തിയും തന്നിട്ടുണ്ട്. ധൈര്യത്തോടെ പറഞ്ഞോണം, കർത്താവ് അത് ചെയ്യും. നമ്മുടെ വിശ്വാസത്തെ ദൈവം മാനിക്കും. ഇനിയും ചെയ്യുക, ഇനിയും പ്രാർത്ഥിക്കുക, ഇനിയും അവരെ വിളിച്ച് ബലപ്പെടുത്തുക. സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞോട്ടെ. 1-2 സാക്ഷ്യങ്ങളോട് നമുക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഫസ്റ്റേ ഇപ്പം യൂറിൻ, ഞാൻ ഒരു സാക്ഷ്യം പറയാനല്ല, ഒരു യൂറിൻ സംബന്ധമായ ഏത് അസുഖങ്ങൾക്കുള്ള ഒരു മെഡിസിൻ പറയാനാണ്. കാരണം നമ്മുടെ ഇവിടെ എല്ലായിടത്തും ബാർലി കിട്ടും, ബാർലി. അപ്പോൾ അത് ബാർലിന്ന് തന്നെയാണ് എല്ലായിടത്തും പേര്, UAE അത് തന്നെയാണ് പേര്. നാട്ടിലും അതിന് ചീപ്പാണ്, തീരെ പ്രൈസ് കുറവാണ്. അത് ഒരു 4 ഗ്ലാസ് വെള്ളത്തിനകത്ത് 1 ടേബിൾ സ്പൂണ് നമ്മൾ അരിപ്പിക്കകത്തോട്ട് സ്ട്രെയിനിനകത്ത് കഴുകിയിട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് ആറിച്ച് കുടിക്കാമെങ്കിൽ കുറേ നാൾ, ഒരു 2-3 ആഴ്ച കുടിക്കാമെങ്കിൽ പിന്നെ യൂറിൻ സംബന്ധമായ ഒരു അസുഖങ്ങളും വരത്തില്ല. ചെയ്തു നോക്കുക. പറഞ്ഞു കൊടുത്തവർക്കെല്ലാം 100% സക്സസ് ആണ്. ഓക്കെ സിസ്റ്റർ, എന്തായാലും നമ്മളത് കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അങ്ങനെയുള്ള ഒത്തിരി ഓപ്ഷനുകൾ നമുക്കുണ്ട്. നല്ലതാണ് സിസ്റ്റർ പറഞ്ഞ കാര്യം, നല്ലതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഉപയോഗിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മുടെ ശരീരമാണ്. സിസ്റ്റർ പറഞ്ഞാൽ നല്ലതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, നമ്മൾ ആദ്യം നമ്മുടെ വിശ്വാസത്തെ നമ്മളൊന്ന് ഉപയോഗിക്കുക. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. ഏത് രോഗമായിക്കോട്ടെ, നിങ്ങളുടെ ശരീരത്തിലുള്ള ബുദ്ധിമുട്ടായിക്കോട്ടെ, നമ്മൾ ആദ്യം കൈവച്ചിട്ട് യേശുവിൻ്റെ മുറിവിൽ പ്രാർത്ഥിക്കുക. രണ്ടാമത് നമ്മൾ മറ്റൊരു ഓപ്ഷനെ പറ്റി തന്നെ ചിന്തിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, ഇനി നാളെ ഒരു ജീവിതം ഞാൻ പറയാം, മെഡിസിൻ ഇല്ലാതെ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഡിവൈൻ ഹെൽത്തിലേക്ക്. ഇന്നലെ ഈ ടെക്നോളജിയൊക്കെ വളർന്നതും മെഡിസിൻ കണ്ടുപിടിക്കും. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാരും ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ പറ്റും. കർത്താവിൻ്റെ സുവിശേഷമുണ്ട്, വൈദ്യന്മാരും ഉണ്ട്. ശരിയാ, ടെക്നോളജി വളരുമ്പോഴാണ് പലതും കണ്ടുപിടിച്ചേക്കുന്നത്. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലും കർത്താവിൻ്റെ തിരുമുറിവിൽ നമുക്ക് മുന്നോട്ട് ദിവ്യ ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. നമ്മൾ ആ ദിവസങ്ങളിൽ എക്സസൈസ് ചെയ്യുക, അതിൽ വളർന്നു വരുവാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യം പറയുന്നുണ്ടെങ്കിൽ ഒരു വാക്കുകളിൽ ഒറ്റ സാക്ഷ്യം പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥന അവസാനിപ്പിക്കാൻ പോവാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾ വേഗത്തിൽ പറഞ്ഞാട്ടെ. ഹലോ, എനിക്ക് സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ഞങ്ങൾക്കിവിടെ ഹരിക്കെയിൻ വന്നപ്പം ഞാൻ എൻ്റെ വണ്ടി ഒരു ട്രീയുടെ താഴെയായിരുന്നു ഇട്ടിരുന്നത്.
പക്ഷെ രാത്രി ഒരു 4 മണിയായപ്പോഴത്തേക്ക് ഹരിക്കേൻ ആരംഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ എനിക്കിത് വണ്ടി മാറ്റിയിടാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോൾ മരത്തിന്റെ കൊമ്പിങ്ങനെ ആടി വരുന്നു. ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു ഒന്നും സംഭവിക്കരുതേന്ന്. പക്ഷേങ്കിൽ നേരം വെളുത്ത് നോക്കുമ്പോൾ ഒരു വണ്ടിയുടെ സൈഡിലൊരു കൊമ്പ് ഇങ്ങനെ വീണ് കിടക്കുന്നു. അപ്പൊ ഞാൻ ഓർത്ത് വണ്ടിയെ വീണിട്ട് താഴോട്ട് വീണതായിരിക്കും. പക്ഷെ വീണ്ടും കഥകൊന്നും തുറക്കാൻ പറ്റത്തില്ല, അതുപോലെ ശക്തമായ മഴയായിരുന്നു, മഴയും കാറ്റും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ വണ്ടിയിൽ ഒന്നും തൊട്ടിട്ടില്ല, അത് സൈഡിൽ വന്ന് വീണ് കിടക്കും. എൻ്റെ വണ്ടിക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു, അതിനായിട്ട് ദൈവത്തെ നന്ദി പറയുന്നു. പിന്നെ വേറൊരു അത്ഭുതം എന്ന് പറയുന്നത് എൻ്റെ മോന് നോക്കുമ്പോൾ കണ്ണെല്ലാം നീര്, മുഖമെല്ലാം മൊത്തം നീര് വെച്ചിരിക്കുന്നു. ബ്ലഡ് പ്രഷർ നോക്കുമ്പോൾ 150/100, 2 പ്രാവശ്യവും 150/100. പിന്നെ ഞാൻ പ്രാർത്ഥിച്ച ഡോക്ടേഴ്സ് അപ്പോയിൻമെന്റ് എടുത്ത് ഡോക്ടറിന്റെ അടുത്ത് ചെന്നപ്പോൾ 120/80 ആയി. അങ്ങനെ വലിയൊരു അത്ഭുതവും നടന്നു എൻ്റെ ജീവിതത്തിൽ. അത് യേശുവിൻ്റെ മുറിവിനാൽ എൻ്റെ മകൻ്റെ പേര് പറഞ്ഞ് ഞാൻ സൗഖ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവ അത്ഭുതം പ്രവർത്തിച്ചു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് ചെയ്ത നന്ദി പറയുന്നു. തീർച്ചയായിട്ടും കർത്താവിന് സ്തുതി. ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവം രോഗസൗഖ്യം കൊടുത്ത് 2 ദൈവത്തിന് വലിയൊരു സുരക്ഷിത അവിടെ കാണിക്കാൻ ഇടയായി തീർന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും പ്രാർത്ഥിക്കുക, ഇനിയും കർത്താവിലും വചനത്തിലും ബലപ്പെടുക. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെറുതായി എന്നൊരു വിഷയമാണെങ്കിലും നിങ്ങളുടെ വിശ്വാസത്തെ ഉപയോഗിക്കുവാൻ ഒരു ചെറിയ വേദനയാണെങ്കിൽ പോലും പ്രാർത്ഥിക്കുക. അത് പ്രാർത്ഥിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നാളെ വലിയ രോഗങ്ങൾക്ക് വേണ്ടി തന്നെ നമ്മുടെ ലക്ഷ്യം മരിച്ചവരെ ഉയർപ്പിക്കുന്ന വിശ്വാസം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അതിൽ നമ്മൾ ശക്തിപ്പെടുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ചെറിയൊരു കാര്യമായി ഞാനൊന്നും നിസ്സാരമായി കാണുന്നില്ല. കൈവച്ച് പ്രാർത്ഥിച്ചോണം, റിലീസ് ചെയ്ത് പഠിച്ചോണം. വിശ്വാസത്തെ ഉപയോഗിച്ച് പഠിക്കുക. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവർത്തികൾക്കായി കാണാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ പോകാം. തുടർമാനമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ സാക്ഷ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ പ്രാർത്ഥന അവസാനിപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പ്രവർത്തികളാൽ ദൈവം. ഞാൻ കോട്ടയം ജില്ലയിൽ പൊൻകുന്നത്ത് നിന്നാണ്. ഇന്നലെയാണ് ഞാൻ കയറിയത്. എനിക്ക് കേട്ട വചനങ്ങളൊക്കെ വലിയ അനുഗ്രഹമായിരുന്നു, ആശ്വാസമായിരുന്നു. ഇന്നും ഞാൻ കയറിയിട്ടുണ്ട്. എനിക്ക് പിന്നെയും പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും മീറ്റിങ്ങിൽ കയറുവാൻ വേണ്ടി. ഒരു മിനിറ്റ്, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. ആമേൻ. കർത്താവ് എല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവ് കൂട്ടായ്മയായിരിക്കാൻ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. തുടർമാനമായിട്ട് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, എനിക്കറിയാം വാട്സാപ്പിലൊക്കെ ഒത്തിരി സാക്ഷ്യങ്ങൾ വരുന്നു. യൂട്യൂബിൽ നടക്കുന്ന ആളുകൾ അവരിതുപോലെ തന്നെ പ്രാർത്ഥിച്ച് അവർക്ക് ലഭിക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ അയക്കുന്നു. ഇനിയും വളരുക. വചനത്തിൻ്റെ ശക്തി നമ്മുടെ സകല നുഖങ്ങളെയും ഓടിക്കും. നിങ്ങൾ വചനം പറയുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഇറങ്ങി വരുന്നയാൾ പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ ഓർത്തോണം, നമ്മളൊരു വചനം പറയുമ്പോൾ ഒറ്റയ്ക്കല്ല, പരിശുദ്ധാത്മാവായി ഇറങ്ങി വരുന്നത്. പരിശുദ്ധാത്മാവിനെ മറികടന്ന് ഒരു പിശാചിനും ഒരു വിഷയം നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. വചനം പറയുക, റിലീസ് ചെയ്യുക. ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഒരുമിച്ച് പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. നമുക്ക് ലൈവിൽ കാണുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് സൂമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്നവരെല്ലാം നമുക്ക് ഒരുമിച്ച് അനുഗ്രഹിക്കാം. കർത്താവേ, അത്ഭുതം നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വളരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ, പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. അനുഗ്രഹവും ഉയർച്ചയും നന്മയും ഉണ്ടായി വരട്ടെ. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടായി വരട്ടെ, നന്മയുണ്ടായി വരട്ടെ. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിലും നന്മയിലും നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. സൂമിൽ പ്രാർത്ഥന അവസാനിച്ചിട്ടില്ല. നമുക്ക് നാളെ ലൈവിൽ വീണ്ടും ജോയിൻ ചെയ്യാം. കർത്താവിൻ്റെ കൃപയാൽ നിങ്ങളിത് ഷെയർ ചെയ്യുക. ഈ കേൾക്കുന്ന വചനങ്ങൾ, സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ഒരു മടുപ്പും വേണ്ട. കളിയാക്കുന്നവൻ്റെ ഉള്ളിൽ പിശാചിൻ്റെ പ്രവൃത്തിയാണ്. അവൻ നിങ്ങളിട്ട വചനത്തെയാണ് കളിയാക്കുന്നത്, നിങ്ങളെയല്ല. അതിൻ്റെ അർത്ഥം അവൻ യേശുവിനെയാണ് നോക്കുന്നത്. നിങ്ങൾ വീണ്ടും തുടർമാനമായി ചെയ്യുക. ഇന്ന് സ്റ്റാറ്റസുകളായിട്ട് ഇടുന്നവരെയൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന വലിയ കാര്യമാണ്. ഒത്തിരി പേരുടെ സ്റ്റാറ്റസ് കൊണ്ട് നമ്മൾ ഈ ഷോർട്ട് മെസ്സേജുകളൊക്കെ ഇടുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതൊക്കെ ശുശ്രൂഷയാണ് നിങ്ങൾ ചെയ്യുന്നത്, സുവിശേഷത്തിന് വേണ്ടിയാണ്. അത് കേൾക്കുന്ന അനേകർ എനിക്കറിയാം, അത് തൊടുന്ന അനേകർ സാക്ഷ്യം പറയുന്നത്. വളരെ ചെറിയ വചനമാണെങ്കിൽ പോലും വലിയ ആശ്വാസത്തെ ദൈവം ചെയ്യുന്നു. അത് നിങ്ങൾ കൊടുക്കുന്ന ഓരോ ആ വചനത്തിൻ്റെ വഴികൾക്കുമായി സ്തുതിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം പറയുന്നത്